اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് MGM കണ്ണൂർ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കുടുംബ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. എന്തിനാണ് കുടുംബങ്ങളിലെ ഓരോ ആളുകളെയും കൂട്ടിയിരുത്തി ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇതാരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ നേട്ടങ്ങളുണ്ടാക്കാനോ സമുദായത്തിന്റെ താക്കോൽ സ്ഥാനത്ത് ഞങ്ങളാവണം എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനോ അല്ല ഇക്കാലഘട്ടം വരെ മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ രംഗവും ഏറ്റവും മനസ്സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി അള്ളാഹു നിശ്ചയിക്കുന്ന കാലം വരെ ദുനിയാവിൽ ജീവിക്കാനും ആ ജീവിതം കൊണ്ട് നാളെ പരലോകത്ത് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട്, അവൻ എങ്ങനെ ജീവിക്കണം എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് MGM ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ദുരന്തമായി ഇന്ന് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിന്റെ പതനമാണ്. ബന്ധങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്നേഹിക്കേണ്ടതിനു പകരം പകയും വെറുപ്പും തമ്മിലുള്ള അലോക്യങ്ങളും ജാരജീവിതവും ഇങ്ങനെ പരസ്പരം കൊല്ലാൻ പോലും തയ്യാറായിക്കൊണ്ടിരിക്കുന്ന, അടിയും പിടിയും പകയും വെച്ച് നടക്കുന്ന കുടുംബാന്തരീക്ഷമാണ് ഇന്നൊരുപാട് കുടുംബങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുടുംബങ്ങളുടെ മനസ്സമാധാനം എന്നോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലോകം കണ്ട ഏറ്റവും നല്ല കണ്ടുപിടുത്തമാണ് മൊബൈൽ ഫോൺ. തന്റെ വിദേശത്തുള്ള ഭർത്താവിനെ കണ്ടുപിടിക്കാനുള്ള ഭാഗ്യം കിട്ടിയവരാണ് നമ്മളെങ്കിലും ഇതേ ഇലക്ട്രോണിക്സ് ഉപകരണം കൊണ്ട് കുടുംബത്തിന്റെ തായ്വേരറുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ കുടുംബ ബന്ധങ്ങളുടെ പതന വാർത്തകളാണ് ഇന്ന് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
ജീർണത ബാധിച്ച ബന്ധങ്ങൾ, യാതൊരു ബന്ധങ്ങൾക്കും വില കൊടുക്കാത്ത മനുഷ്യർ, പ്രാണനെപ്പോലെ നെഞ്ചോട് സ്നേഹിച്ച് പരസ്പരം കടമകളും ഉത്തരവാദിത്തങ്ങളും കൂട്ടിയിണക്കി ജീവിക്കേണ്ടതിനു പകരം നിസ്സാരമായ വാശിപ്പുറത്തും ഈഗോയുടെ പേരിലും തമ്മിൽ മത്സരിച്ച് വേർപിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദാമ്പത്യ ബന്ധങ്ങൾ. അതുകൊണ്ടാണല്ലോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മളെ ജില്ലയിൽ തന്നെ നമ്മൾ കേട്ടു, തന്റെ ഭർത്താവ് പോലും അറിയാതെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ആൺസുഹൃത്തിന് ആ പെൺകുട്ടി ഊരിക്കൊടുത്തു. പണ്ടൊക്കെ ജാരന്മാര് എന്ന് പറഞ്ഞതിന്റെ പരിഷ്കരിക്കപ്പെട്ട പേരാണ് ഇന്നത്തെ ആൺസുഹൃത്തുക്കൾ. അവസാനം ഊരിക്കൊടുത്ത ആഭരണങ്ങൾ കിട്ടാതായപ്പോ അത് ചോദ്യം ചെയ്യാൻ വേണ്ടി കുടുംബത്തിലെ 4-5 ചെറുപ്പക്കാർ ചെന്ന് ചോദ്യം ചെയ്തപ്പോഴേക്കും അത് സദാചാര പോലീസ് എന്ന് പേര് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനും ഭർത്താവ് പോലും അറിയാതെ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്ത പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഭീകരതയിലേക്കാണ് നമ്മുടെ കുടുംബങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മംഗലാപുരത്ത് പഠിക്കുന്ന പെൺകുട്ടിക്ക് എക്സാമിന് വേണ്ടിയിട്ട് ലീവ് വേണം, വെക്കേഷന് ഞാൻ നാട്ടിലേക്ക് വരുന്നില്ലെന്ന് കുടുംബത്തോട് വിളിച്ചു പറഞ്ഞിട്ടും ആ വിളിച്ചു പറഞ്ഞതിന്റെ 3-ാമത്തെ ദിവസം കോഴിക്കോട് ജില്ലയിലെ എരഞ്ഞിപ്പാലത്തെ ലോഡ്ജ് മുറിയിൽ ആൺസുഹൃത്തിന്റെ റൂമിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ കഥകൾ ഇന്ന് സർവ്വസാധാരണമാണ്. അതിനേക്കാളേറെ മനുഷ്യന് പുച്ഛം തോന്നുന്ന ചില കഥകളുണ്ട്. 1998 SSLC ബാച്ച് 26 വർഷങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ കൊല്ലം ഗെറ്റ് ടുഗദറായിട്ട് ആഘോഷിച്ചു. ആ ഗെറ്റ് ടുഗദറിന്റെ 1-ാമത്തെ വാർഷികം തീരുന്നതിന്റെ മുൻപേ 3 പെൺമക്കളുടെയും ഒരാൺകുട്ടിയുടെയും മാതാവ് 44 വയസ്സുകാരി അന്ന് കൂടെ പഠിച്ച പ്രണയത്തിന്റെ ബാക്കി പൂരീകരിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരന്റെ ഒരു വാപ്പാന്റെ കൂടെ ഇറങ്ങിപ്പോയി. എന്താ മനുഷ്യരെ ഈ സമൂഹത്തിന് സംഭവിക്കുന്നത്? ലോകത്ത് സൃഷ്ടാവ് നൽകാനുള്ള സർവ്വതും പടച്ചറബ് നൽകിയിട്ടും ഇതൊരർബൂറ കഥകളായി മാറാതെ സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലഘട്ടത്തിൽ കുടുംബത്തിന്റെ ഉള്ളിലുകളിലുള്ള സ്നേഹം, ആർദ്രത, ബഹുമാനം, കടമയും കടപ്പാടും നിർവഹിക്കാനുള്ള മനസ്സ്, ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും കാലത്തെ കുറ്റം പറയും, കാലം അങ്ങനത്തതായിപ്പോയി. അല്ല, ഇതിനേക്കാൾ നശിച്ച കാലഘട്ടം ലോകത്ത് പ്രവാചകന്റെ കാലഘട്ടത്തിലുണ്ട്. ഓരോ വീട്ടിന്റെ മുൻപിലും എനിക്ക് ഇന്നത്തെ രാത്രിയേക്ക് മാത്രം ഒരു പെണ്ണിനെ വേണം എന്നെഴുതി വെച്ചിരുന്നൊരു കാലഘട്ടം. ഏത് പെണ്ണിനെ കണ്ടാലും പക്ഷികളെപ്പോലെ ആ പെണ്ണിനെ ഉപയോഗിച്ചിരുന്ന ആണിനു വേണ്ടി കാത്തിരുന്നൊരു കാലഘട്ടം. കള്ളിന്റെ വീപ്പയുടെ കുറ്റികളിൽ കള്ളുകൾ നിറച്ചുവെച്ച് അത് കുടുംബത്തിന്റെ മഹത്തരമായി അഭിനയിച്ചിരുന്നൊരു കാലഘട്ടം. ഒരു നിസ്സാരമായ ഇല തിന്നതിന്റെ പേരിൽ, വേലിക്കപ്പുറത്തുള്ള ഒട്ടകം ഇപ്പുറത്തുള്ള ഇല തിന്നതിന്റെ പേരിൽ കൊന്നൊടുക്കപ്പെട്ടവന്റെ കയ്യും തലയും മരത്തിൽ കെട്ടിത്തൂക്കിയിട്ട് കയ്യുകളുടെയും തലകളുടെയും എണ്ണത്തിന്റെ പേരിൽ ആവേശം നടിച്ചിരുന്നൊരു കാലഘട്ടം 1400 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രവാചകന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ ജനതയെ ലോകത്തിന്റെ റസൂലുള്ള മാറ്റിയിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ പറയുന്നത് പോലെ കാലമല്ല കുറ്റവാളി. ഒരിക്കലും കാലത്തെ കുറ്റം പറയരുത്. കാലം അങ്ങനത്തതായിപ്പോയി. അല്ല, മാറാത്ത രക്ഷിതാക്കൾ അങ്ങനെയായിപ്പോയി, തിരുത്താത്ത മാതാപിതാക്കൾ അങ്ങനെയായിപ്പോയി. കാലഘട്ടത്തിന്റെ മലവെള്ളപ്പാച്ചിലെ ചണ്ടിയെപ്പോലെ അവനവന്റെ സൗകര്യത്തിനും സന്തോഷത്തിനും അനുസരിച്ച് എല്ലാം വാരിപ്പിടിച്ച് വെപ്രാളപ്പെട്ടോടുന്ന ഒരു മാനസിക നിലയിലേക്ക് നമ്മളെത്തിയപ്പോ നമ്മളുടെ മക്കളും കുടുംബവും നാടും നഗരവും നശിക്കാൻ തുടങ്ങി എന്നേ നമ്മൾ തിരിച്ചറിയേണ്ടതുള്ളൂ. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം. ഇസ്ലാമിന്റെ ബാക്കി എല്ലാ കാര്യത്തിലും കാണിക്കുന്ന കണിശത കുടുംബജീവിതം കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ ചില രക്ഷിതാക്കൾക്ക് സാധിച്ചിട്ടില്ല. ഏത് രംഗത്തും അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചൊരു മാതൃകയുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ കോർത്തിണക്കേണ്ട ചില ചരിത്രങ്ങളുണ്ട്. ഇന്ന് പൊതുവെ അമുസ്ലിമീങ്ങളായ ക്രിസ്ത്യാനികളുടെ കുടുംബങ്ങളിലൊക്കെ അവരുടേതായ പള്ളി ഇടവകകളിലൊക്കെ വിവാഹത്തിന്റെ മുൻപ് ചില കാര്യങ്ങൾ നടക്കും. പ്രീ മാരിറ്റൽ കൌൺസിലിംഗ് ക്ലാസുകൾ. 3 മാസം ആ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കേ വൈവാഹിക ബന്ധത്തിൽ ഇടപെടാൻ പാടുള്ളൂ. വിവാഹം നടത്തിക്കൊടുക്കുന്ന അച്ഛന്മാര് ചോദിക്കും, ആ പ്രീ മാരിറ്റൽ കൌൺസിലിൽ പങ്കെടുത്തവരാണോ? എങ്കിൽ അത് പങ്കെടുക്കുന്നവർ വരെ
3 മാസങ്ങൾ വരെ അവർ വിവാഹം നീട്ടിവെക്കും. പക്ഷെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം 7ാം ക്ലാസ്സിൽ അത്തഹിയ്യാത്തിൽ എന്ത് ചൊല്ലണം, കൈകെട്ടുമ്പോൾ എന്ത് ചൊല്ലണം, നോമ്പ് തുറക്കുമ്പോൾ എന്ത് ചൊല്ലണം എന്ന് പഠിപ്പിച്ചതല്ലാതെ 7ാം ക്ലാസ്സിന് ശേഷമുള്ള ഒരു കണ്ടിന്യൂസ് മതവിദ്യാഭ്യാസ ശാലകളിലും നമ്മളെ മക്കളില്ല. കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ, മത തുടർ വിദ്യാഭ്യാസ പദ്ധതി എത്ര മക്കളെ രക്ഷിതാക്കളെ ചേർത്തിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മക്കളുടെ മനസ്സുകൾ പാളിപ്പോകാതിരിക്കാൻ ഹൈടെക്കുകൾ എത്ര മക്കൾ രക്ഷിതാക്കളുടെ പ്രേരണ കൊണ്ട് കയറി വരാറുണ്ട്. പ്രൊഫഷണൽ രംഗത്തേക്ക് കയറി ചെല്ലുമ്പം പ്രോപ്കോണുകൾ മുതൽ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രീതി നമ്മളെ കുടുംബത്തിൽ നിന്നും നമ്മൾ നീക്കിവെക്കാൻ തുടങ്ങി. അവിടെ ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ നേരത്ത് നമ്മളെ സ്വാർത്ഥത മാത്രം ചെലവഴിക്കാൻ തുടങ്ങി. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ദീനിന് പ്രാധാന്യം കൊടുക്കണം. പക്ഷെ ഇന്ന് പല കുടുംബത്തിലും ആ പ്രാധാന്യം പലരും കൊടുക്കാറില്ല. വൈവാഹിക രംഗത്തുള്ള ആലോചനകളിൽ പോലും ഇന്ന് അന്യായം ചെയ്യുന്നവരുണ്ട്, ഇല്ലേ? ആലോചനകൾ നടത്തുന്ന സമയത്ത് എത്രയെത്ര ആൺമക്കളാണെന്നറിയോ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം എന്നാഗ്രഹിച്ച് വിവാഹത്തിന് തയ്യാറാവുന്നത്. പക്ഷേ ആ ആൺമക്കൾക്ക് കിട്ടുന്നതാവട്ടെ ഫെമിനിസം തലക്ക് പിടിച്ച പെൺകുട്ടികൾ. അവൾക്ക് നട്ടപ്പാതിര നേരത്ത് ബീച്ചിൽ പോകണം, അവൾക്ക് സൺസെറ്റ് കാണണം, അവൾക്ക് ജീൻസ് ഉടുക്കണം. പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ദീനിന്റെ പേരിൽ ഫെമിനിസം തലക്ക് പിടിച്ച പെൺമക്കളെയും കൊണ്ട് ആഴ്ചയിൽ ബ്യൂട്ടീഷ്യൻ ചെയ്യിക്കാനും പിരികം വടിക്കാനും ചുണ്ടുകളിൽ ചായം തേക്കാനും ക്രീമുകൾ പുരട്ടാനും തുടങ്ങി. അരവുകൾ താഴോട്ട് കീറുന്ന ചുരിദാറുകൾക്ക് വരെ ആ പെണ്ണിനു വേണ്ടി ആദർശം നീക്കിവെക്കുന്ന ആൺമക്കളുണ്ടെങ്കിൽ അങ്ങനത്തെ പെൺമക്കളുള്ള രക്ഷിതാക്കള് ദീനുള്ള ആൺമക്കൾക്ക് കെട്ടിച്ചു കൊടുക്കാനല്ല ഇസ്ലാമിന്റെ കൽപ്പന. നിങ്ങളെ പെൺമക്കൾക്ക് അങ്ങനെയൊരു മനസ്സുണ്ടോ? ഫെമിനിസ്റ്റ് ചിന്താഗതികളുണ്ടോ? അവൾക്ക് ദുനിയാവിനനുസരിച്ച് ജീവിക്കണോ? നല്ല ആൺമക്കളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുതേ എന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നേരെ തിരിച്ചുണ്ട്. പർദ്ദയിട്ട് മാന്യമായി വസ്ത്രം ധരിച്ച് ജീവിക്കണം, കുടുംബത്തെയും ഭർത്താക്കന്മാരെയും സ്നേഹിച്ച് മുൻപോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പെൺമക്കൾക്ക് കിട്ടുന്നതാവട്ടെ ഒരു ന്യൂ ജനറേഷൻ കുയ്യാപ്ല. വിവാഹത്തിന്റെ തുടക്കത്തിലേ തുടങ്ങും കരിമരുന്ന് പ്രയോഗം, ഒട്ടകപ്പുറത്തുള്ള വരവ്, ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ്, വ്യത്യസ്തമായ രീതിയിലുള്ള ആർഭാടങ്ങളും അനാചാരങ്ങളും കാണിച്ച് കയറി വരുന്നവന് വേണ്ടി പിന്നീട് പെൺമക്കൾ അവളുടെ ഹൃദയത്തിൽ വേദനയോടെ മാറാൻ തുടങ്ങും. കാരണം പിയ്യാപ്പിളക്കിഷ്ടം ഞാൻ ജീൻസ് ഇടുന്നതാണ്, പിയ്യാപ്പിളക്കിഷ്ടം ഞാൻ ചുണ്ടിൽ ലിപ്സ്റ്റിക്കർ തേച്ച് പുറത്തിറങ്ങുന്നതാണ്. ഇങ്ങനെ സ്വാലിഹത്തായ എത്രയെത്ര പെൺമക്കളാണ് അള്ളാഹുവിന്റെ ദീനില്ലാത്ത കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്നത് എന്നറിയോ? അതുകൊണ്ട് ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ ഒരിക്കലും വിവാഹത്തിന്റെ ആലോചനയിൽ അന്യായം ചെയ്യരുത് രക്ഷിതാക്കളെ. വൈവാഹിക രംഗത്ത് നിങ്ങൾ ഇടപെടുന്നുണ്ടോ? അന്വേഷണം മര്യാദയോടെയാവണം. അള്ളാഹുവിന്റെ ദീന് നിങ്ങൾക്ക് കിട്ടണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന മകന് മകൾക്ക് ദീനീ ചിട്ടയുണ്ടാകണം. അതിനെന്തു വേണം? ജീവിതത്തിന്റെ തുടക്ക കാലഘട്ടം മുതൽക്ക് വാപ്പാക്ക് ദീനുണ്ടായാ പോരാ, മക്കൾക്ക് ദീനുണ്ടാവണം. ഉമ്മ നാട്ടിലെ ഖുർആൻ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവളായാൽ പോരാ, വളരുന്ന പെൺമക്കൾക്ക് ആ ദീനുണ്ടാവണം. ഉമ്മ സലഫി പർദ്ദയും മഫ്തയും ധരിച്ചാൽ പോരാ, ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ചൂടറിഞ്ഞ പെൺമക്കൾ ആ വസ്ത്രത്തിന്റെ മഹത്വം അറിയണം. അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി നമ്മളെ മക്കളെ കുരുതി കൊടുക്കുമ്പോ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്, ഇയ്യാക്കും, നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങൾ കാരണം ഏതെങ്കിലും ഒരു കുടുംബം കരയുന്നുണ്ടെങ്കിൽ, നമ്മളെ മക്കൾ കാരണം ഏതെങ്കിലും ഒരു കുടുംബം അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ അതിന്റെ വേദനയും സങ്കടവും കാരണക്കാരായ സർവ്വ പേർക്കും അള്ളാഹ് അറിയിച്ചിട്ടല്ലാതെ ഒരു മാതാപിതാക്കളെയും അള്ളാഹു തിരിച്ചു വിളിക്കുകയില്ല. ആ തിരിച്ചറിവ് ഒരു രക്ഷിതാവിനുണ്ടെങ്കിൽ ആ രക്ഷിതാവ് എന്ത് ചെയ്യണം? അവരുടെ കുടുംബ ജീവിതത്തെ പ്രവാചകന്റെ കുടുംബത്തോട് ചേർത്ത് വെക്കണം. ഹബീബായ നബി തങ്ങളുടെ കുടുംബം എങ്ങനെയാണോ അതേ നിലക്ക് എന്റെ കുടുംബവും എനിക്ക് ചേർത്ത് നിർത്തണം. ഒരുപക്ഷേ അള്ളാന്റെ ഹബീബിന് കിട്ടിയ പലതും കിട്ടാത്ത പലതും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. വയറ് നിറച്ചു ഭക്ഷണം അള്ളാന്റെ റസൂലിനും കുടുംബത്തിനും കിട്ടിയിട്ടില്ല. നല്ലൊരു വസ്ത്രം അള്ളാന്റെ റസൂലിനും കുടുംബത്തിനും കിട്ടിയിട്ടില്ല. ചൂടുകാലത്ത് AC, തണുപ്പ് കാലത്ത് ചൂട് കിട്ടുന്ന AC അള്ളാന്റെ റസൂലിനും സഹാബത്തിനും കിട്ടിയിട്ടില്ല. ഒട്ടകങ്ങളെപ്പോലും അള്ളാഹുവിന്റെ ഹബീബിന് അങ്ങേയറ്റം പ്രായമായ ഒട്ടകം കിട്ടിയെന്നല്ലാതെ
ഇന്ന് നമുക്ക് നൽകപ്പെടുന്ന പല അനുഗ്രഹങ്ങളും അന്ന് റസൂലുള്ളാഹിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, റസൂലിന് കൊടുക്കാത്ത പലതും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്, ഇന്നമാ യുരീദുല്ലാഹി ലിയുദ്ഹിബ അൻകുമുർ റിജ്സ. അഹ്ലുൽ ബൈത്തിനെ, പ്രവാചക കുടുംബത്തെ അള്ളാഹു ഉദ്ദേശിച്ചത് അവരുടെ റിജ്സിൽ നിന്നും മലിനതയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതോടൊപ്പം വയുതഹിറുക്കും തത്ഹീറാ, ഏറ്റവും ശുദ്ധമായ നിലയ്ക്ക് റസൂലുള്ളാന്റെ കുടുംബത്തെ മാറ്റാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നമുക്കുറപ്പിച്ചു പറയാൻ സാധിക്കും, എന്റെ കുടുംബം എനിക്ക് റബ്ബിന് ഇഷ്ടപ്പെട്ടതാക്കണോ? സിനിമാ നടന്റെ സിനിമ വേണ്ടെനിക്ക്, ഏതെങ്കിലും പരസ്യ മോഡലുകളുടെ വാക്കുകൾ വേണ്ടെനിക്ക്, കേരളത്തിലെ സുപ്രസിദ്ധരും കുപ്രസിദ്ധരുമായ ഒരുത്തന്റെയും വാക്കെനിക്ക് വേണ്ട. എനിക്കെന്തു മതി? ആമനർ റസൂലു, എന്റെ പ്രവാചകൻ വിശ്വസിച്ചതും പ്രവാചകൻ ഏറ്റെടുത്തതുമായ അള്ളാഹുവിന്റെ വഴി, റസൂലിന്റെ മാർഗം, അത് ഞാൻ സ്വീകരിക്കും എന്നൊരു മനസ്സുണ്ടായാൽ മതി. ആ മനസ്സുണ്ടാകണമെങ്കിൽ ദാമ്പത്യ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നിടത്ത് നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടണം. അല്ല, ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതൊന്നും വൈവാഹിക രംഗത്ത് നമ്മൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചോദിച്ചു വാങ്ങുന്നതാ പല അബദ്ധങ്ങളും. ഞാനൊക്കെ ഈ കുടുംബത്തിൽ കൗൺസിലിംഗിനിരുന്ന് അവസാനം കുടുംബ ബന്ധങ്ങളൊക്കെ തകർച്ചയിലേക്ക് എത്തുമ്പോ ചില വാപ്പയുമ്മയൊക്കെ നമ്മളെ കാണാൻ വരും. എന്നിട്ട് സംസാരത്തിന്റെ അവസാനം ഇതൊക്കെ കേൾക്കുമ്പോ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ചോദിക്കാൻ ഒരു ചോദ്യം ഉണ്ടാകൂ, നമ്മൾ ആ കുടുംബത്തോട് ദീനീപരമായിട്ട് സംസാരിച്ച അത് കേൾക്കാൻ പറ്റുന്ന കൂട്ടരാണോ അവരെന്ന് ചോദിക്കും. ആണും പെണ്ണും ഒക്കെ തമ്മിലായിരിക്കും പ്രശ്നം, ഒത്തുപോകുന്നില്ല, അല്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് കാണുമ്പോൾ രണ്ടു കൂട്ടരെയോടും ചോദിക്കും, ഒന്ന് അള്ളാന്റെ ദീനിനെ മുൻനിർത്തിയിട്ട് നമുക്കൊരു ചർച്ച നടത്തിയാലോ. എന്നിട്ട് പെൺകുട്ടീന്റെ വാപ്പനോടോ പിയണ്ണിന്റെ അല്ലെങ്കിൽ പുയ്യാപ്പളന്റെ വാപ്പനോടോ ചോദിക്കും, നമുക്ക് ആ വാപ്പാരോടൊന്ന് ദീനീപരമായിട്ട് ചർച്ച ചെയ്താലോ, അല്ലെ ആ കുട്ടീനോടൊന്ന് ദീനീപരമായിട്ടൊന്ന് ചർച്ച ചെയ്താലോ. ഉടനെ കെട്ടിച്ച് കൊണ്ടുവന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലെ ചില വാപ്പയമ്മയും ഒന്നങ്ങനെ തുപ്പിയിട്ട് പറയും, ഓക്കൊക്കെ എന്ത് ദീന്, ഓലൊക്കെ കുടുംബത്തിൽ എന്തോലക്ക ദീന്. ഇത് തിരിച്ചും പറയും, ഇതെന്തേ നോക്കാത്ത? വിവാഹം ആലോചിക്കുമ്പം തറവാടിന്റെ വലുപ്പാ നോക്കിയത്, വിവാഹം ആലോചിക്കുമ്പം കിട്ടാനുള്ളത് ചോദിക്കാതെ കിട്ടാനുള്ള വകുപ്പുണ്ടോന്നാ നോക്കിയത്, പിന്നാമ്പുറത്തുകൂടെ കൈയിട്ടിയാ കിട്ടാൻ പറ്റുന്ന തറവാടാണോന്നാ നോക്കിയത്. ഇതൊക്കെ നോക്കിയിട്ട് അവസാനം അള്ളാന്റെ ദീനിൽ ഒത്തുപോകുന്നില്ല എന്ന് കാണുമ്പോ ഓൽക്കൊരു ദീനുമില്ല, അവര് തിരിച്ചും പറയും ഇക്കൂട്ടർക്കും ഒരു ദീനില്ല എന്ന് പറയുന്ന ദുരന്തം നമ്മളെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ നെഞ്ചോട് ചേർക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ബന്ധങ്ങളെ കൂട്ടിപ്പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. കാരണം അള്ളാഹു ഏൽപ്പിച്ചു തരുന്ന ഒരു ബന്ധത്തിൽ നമ്മൾ അന്യായം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം ഓരോ രക്ഷിതാക്കളും ചിന്തിക്കണട്ടോ. ഇക്കഴിഞ്ഞ ദിവസം വൈവാഹിക ബന്ധം കഴിഞ്ഞ് 3-ാമത്തെ മാസം ബന്ധം വേർപ്പെടാൻ കാരണമായി. വിഷയങ്ങൾ അന്വേഷിച്ചപ്പോ കിട്ടിയൊരു വിവരം, പെൺകുട്ടിക്ക് അതേ കുടുംബത്തിലെ മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയാണല്ലോ, തോള് കൈയിട്ട് ഫോട്ടോ ഇട്ട് ഇൻസ്റ്റഗ്രാമിലിട്ട് 100 ലൈക്ക് വാങ്ങുന്ന കൈയിട്ടോൻ ആരാന്ന് ചോദിച്ചാൽ പറയും കസിൻസാ. കസിൻസ് ഹലാലാണോ? വാപ്പാന്റെ പെങ്ങളെ മോൻ ഹലാലാണോ? ഉമ്മാന്റെ ആങ്ങളന്റെ മോൻ ഹലാലാണോ? തോള് കൈയിട്ടിട്ടും ഒരുമിച്ച് ബൈക്കുമല യാത്ര ചെയ്തിട്ടും നട്ടപ്പാത നേരത്ത് ഹാപ്പി ന്യൂ ഇയറിന് ബീച്ചിൽ ചെന്നിട്ട് ലൈവ് ഷോ ആളുകളെ കാണിച്ചിട്ടും അവസാനം കല്യാണം കഴിഞ്ഞ് 5-ാമത്തെ കൊല്ലം ഫേസ്ബുക്ക് അവന്റെ 5 കൊല്ലത്തെ മുൻപുള്ള ഇൻസ്റ്റഗ്രാം ആ രീതിയിലുള്ള സ്റ്റോറി ഫേസ്ബുക്കായിട്ട് മുൻപോട്ട് കൊണ്ടെത്തുന്നപ്പം ആണിന് സംശയം തുടങ്ങി, ആണിന്റെ മനസ്സിൽ കരട് പൊന്താൻ തുടങ്ങി. ഇതൊക്കെ കൺമുൻപ് കണ്ടിട്ട് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതും ഹലാലായ ബന്ധത്തിന്റെ കൂടെ വിടാവൂ, ഹലാലായ ബന്ധങ്ങൾക്കേ നിൽക്കാവൂ, അന്യ ആണും പെണ്ണിന്റെയും മുൻപിൽ ശൈത്താനുണ്ടാവും. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുമ്പോൾ ചില പെൺമക്കളും ചില ഉമ്മാരും ചോദിക്കും, ഇതൊക്കെ ഇപ്പൊ പറയാൻ പറ്റുന്നതാണോ മൗലവീന്ന്? ആണ്. അത് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ നവലിബറൽ ചിന്തകൾ മനസ്സിൽ കയറി വന്നപ്പോ എത്ര പെൺമക്കളാ കല്യാണം വേണ്ടെന്ന് വെച്ചത്, എത്ര പെൺകുട്ടികളാ കുടുംബത്തിന്റെ ഭാരം വേണ്ടാന്ന് വെച്ച്. പ്രസവിക്കുക, മുലയൂട്ടുക, കുടുംബം നോക്കുക എന്നുള്ളതൊക്കെ കാലഹരണപ്പെട്ട പഴഞ്ചൻ വിശ്വാസമാണെന്നും അതുകൊണ്ട് അത്യാവശ്യം ലിവിംഗ് ടുഗദറുകൾ നടത്തി ഒരുമിച്ച് ജീവിച്ച് താത്പര്യമില്ലാത്ത സമയമാകുമ്പോ വേണ്ടെന്ന് വെച്ച് വേറൊരുത്തന്റെ തലയിൽ കയറി അവനെയും വേണ്ടെന്ന് വെച്ച് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോയാ പോരെ എന്ന് ചിന്തിക്കുന്ന പെൺമക്കൾ വർദ്ധിച്ചതിന്റെ പേരിലാ കേരളത്തിലെ പ്രസിദ്ധനായ
ക്യാമറയ്ക്ക് മുൻപിലും പിന്നിലും അഭിനയിക്കുന്ന ഒരു നടൻ പോലും പറഞ്ഞത്, ആണും പെണ്ണും കെട്ടി വിവാഹം കഴിച്ചവരെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമെന്ന് ഒരു മഹാനടനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ലിബറൽ മനോഭാവം നമ്മളെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് വീട്ടിന്റെ ഡൈനിങ് ഹാളിലെ വിട്ടിപ്പെട്ടിയിലൂടെ കുത്തിവെക്കാൻ ലിബറൽ വാദികൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ സാധിച്ചതിന്റെ ഗൗരവം തിരിച്ചറിയാനാവാത്ത രക്ഷിതാക്കളാണ് ഈ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ പരാജയങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മളേതെങ്കിലും ഒരു കുടുംബത്തെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വൈവാഹിക രംഗത്ത് അവസാനം ആ അന്വേഷണത്തിന്റെ അവസാനം കണ്ടെത്തിയത് കുടുംബത്തിലുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് പെൺകുട്ടിക്ക് ബന്ധമുണ്ട്. അതാ പെൺകുട്ടിയെക്കാളും 2 വയസ്സിന്റെ ഇളപ്പുള്ള കുട്ടിയാണ്, കസിൻസ് കൂട്ടത്തിൽപ്പെട്ടവനാണ്. ഏകദേശം കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോ 3 മാസം വിവാഹം കഴിച്ച ചെറുപ്പക്കാരനെ കൊണ്ട് ശരീരത്തിലൊന്ന് കൈവപ്പിക്കാൻ ആ പെൺകുട്ടി സമ്മതിച്ചില്ല. ഒന്നവന്റെ കൂടെ കിടക്കാൻ പോട്ടെ, കൂടെ ഭക്ഷണം കഴിക്കാൻ ആ പെൺകുട്ടി സമ്മതിച്ചില്ല. ഇതൊക്കെയായിരിക്കും വിവാഹത്തിന്റെ ആദ്യ നാളുകൾ എന്ന് തെറ്റിദ്ധരിച്ച സാധു ചെറുപ്പക്കാരൻ 5 വക്തിന് പടച്ചോന്റെ പള്ളിയിലുള്ള പാവ മനുഷ്യൻ നിസ്സഹായനായി പൊട്ടിക്കരഞ്ഞ് ഉമ്മാന്റെ മുമ്പ് കരഞ്ഞപ്പോൾ ആ കുടുംബങ്ങൾ വിവരറിയുന്നത്. കാരണങ്ങൾ അന്വേഷിച്ചപ്പം അത്തരത്തിലുള്ളൊരു ബന്ധം പെൺകുട്ടിക്കുണ്ടായപ്പം വാപ്പാന്റെയും ഉമ്മാന്റെയും ആത്മഹത്യ ഭീഷണി കൺമുൻപ് കണ്ടപ്പോ ആ പെൺകുട്ടി സമ്മതിച്ചതാണ് പോലും കല്യാണത്തിന്. അവസാനം ചർച്ചയ്ക്കൊടുവിൽ അത് ഒഴിവാക്കാൻ തീരുമാനിച്ചപ്പോ ഒഴിവാക്കുന്ന ചർച്ചയിലേക്ക് വരാൻ വേണ്ടി വാപ്പാനെ ക്ഷണിച്ച സമയത്ത് വളരെ നിസ്സാരനായി വാപ്പ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ മകളെ വേണ്ടെങ്കിൽ നിങ്ങളങ്ങ് വേണ്ടാന്ന് വെച്ചോ, എന്നിട്ട് അതിലെന്തെങ്കിലും ഒപ്പിടാനുണ്ടെങ്കിൽ അങ്ങാടിയിലുള്ള ഏതെങ്കിലും ഒരു മസാലപ്പീടിയയിലോ ഒരു പച്ചക്കറി പീടിയയിലോ കത്തേൽപ്പിച്ചാൽ മതി, ഞാൻ ഒപ്പിട്ടിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തോളാം, അല്ലാണ്ട് നിങ്ങളെ ഈ തോന്നിയാരത്തിന് ഇന്ന വരാൻക്ക് സമയമല്ല എന്ന് പറയപ്പെടുന്ന ലാഘവത്വത്തിലേക്ക് ഒരു കുടുംബം നിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അതേത് അള്ളാന്റെ ഖുർആനിന്റെ നടുക്കഷണങ്ങളാണെങ്കിലും ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ മനസ്സ് വേദനിപ്പിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന ഫഇന്നഹാ ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബുൻ, അവനും പടച്ചോനും ഇടയിൽ ഒരു മറയല്ലുണ്ടാക്കൂല. അവന്റെ മനസ്സ് വേദനിച്ചത് കണക്കൊപ്പിച്ച് ആ കുടുംബത്തിന് അള്ളാഹു തന്നിരിക്കും. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മളെ കുടുംബം മനോഹരമാകണമെങ്കിൽ വൈവാഹിക ബന്ധത്ത് അള്ളാഹുവിന്റെ ദീനിന് തന്നെ പ്രാധാന്യം കൊടുക്കണം. ആ ദീനുണ്ടെങ്കിൽ ബാക്കി എല്ലാം മനോഹരാകും. ദീനില്ലെങ്കിലോ ബാക്കി എന്തുണ്ടായാലും മനസമാധാനത്തോടെ എത്താനും സാധിക്കുകയില്ല. വിവാഹരംഗത്തും ദാമ്പത്യരംഗത്തും കുടുംബരംഗത്തുമൊക്കെ റബ്ബിന്റെ തൃപ്തിയും പ്രീതിയുമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. എങ്ങനെയാണ് ആ ബന്ധം സ്നേഹിക്കപ്പെടേണ്ടത്? ഒരു ബന്ധം ഏറ്റവും മനോഹരമായി സ്നേഹിക്കപ്പെടുമ്പോഴാണ് ആ ബന്ധത്തിൽ ഏറ്റവും മനോഹരമായ ഇഷ്ടങ്ങളും ഇണക്കങ്ങളും കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരിക്കൽ മദീന പള്ളിയിൽ ഇതുപോലെ ഇരിക്കുമ്പോ അള്ളാന്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞു, ഇനി ആ മദീന പള്ളിയുടെ വാതിൽ കടന്ന് അകത്ത് കയറുന്നവൻ സ്വർഗത്തിൽ എന്റെ മുൻപന്തിയിലായിരിക്കും. അതാരാണെന്നറിയാൻ വേണ്ടി സഹാബത്ത് കാത്തിരുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കയറി വന്നത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു എന്ന അത്ര പ്രസക്തിയില്ലാത്ത നിസ്സാരനായൊരു സ്വഹാബി. അദ്ദേഹം അകത്തേക്ക് കയറി വന്നു, സ്വഹാബത്തിനോട് സലാം പറഞ്ഞു, പള്ളിയിൽ വെച്ച് നമസ്കരിച്ചു, നിശബ്ദനായി പ്രവാചകന്റെ സദസ്സിന്റെ പിൻഭാഗത്ത് ചെന്നങ്ങനെ തലകുനിച്ചിരുന്നു. സഹാബത്ത് ചോദിച്ചു, റസൂലെ അംറോ, എന്തുകൊണ്ടാ റസൂലെ അംറിന് ഇത്രമാത്രം പ്രത്യേകത? പുഞ്ചിരിയോടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശബ്ദനായി നിന്നു. പിറ്റേ ദിവസം വീണ്ടും അള്ളാന്റെ ഹബീബ് മദീനത്തെ പള്ളിയിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, സഹാബത്തെ, ഇനി ആ മദീന പള്ളിയുടെ വാതിൽ കടന്ന് അകത്ത് കയറുന്നവൻ അവന്റെ കാലടിപ്പാടുകൾ സ്വർഗത്തിൽ എന്റെ കാലടിപ്പാടിന്റെ അരികിലാണ്. അന്നും സ്വഹാബത്ത് കാത്തിരുന്നു അതാരാണെന്നറിയാൻ. കയറി വന്നത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു തന്നെ. അത്ഭുതത്തോടെ റസൂലുള്ളാന്റെ മുഖത്ത് നോക്കി സഹാബത്ത് ചോദിച്ചു, റസൂലേ, അതിനു മാത്രം എന്ത് പ്രത്യേകതയാ അംറിനുള്ളത്? അള്ളാന്റെ ഹബീബ് തിരിച്ചു പറഞ്ഞു, നിശബ്ദനായി പുഞ്ചിരിച്ചു. അത് കണ്ടപ്പം സഹാബാക്കളിൽ ചിലര് അംർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്ന് ചോദിച്ചു, അംറേ, ഇന്ന് രാത്രി നിന്റെ കൂടെ ഞങ്ങൾ താമസിക്കട്ടെ? എന്തൊക്കെയാണ് നിന്റെ ജീവിതത്തിൽ പുതിയതായിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയാ. അങ്ങനെ താമസിച്ച് പിറ്റേന്ന് നേരം വെളുത്ത മദീനത്തെ പള്ളിയിൽ വന്ന സ്വഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ, നമ്മൾ ചെയ്യുന്നതല്ലാത്തതൊന്നും അംർ ചെയ്യുന്നില്ല. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതേ അംർ ചെയ്യുന്നുള്ളൂ. പിന്നെന്തുകൊണ്ടാ റസൂലേ ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു ശ്രേഷ്ഠത അംറിനുണ്ട് നിങ്ങൾ പറയാനുള്ള കാരണം?
അള്ളാന്റെ ഹബീബ് തിരിച്ചു പുഞ്ചിരിയോടെ പറഞ്ഞു, നിങ്ങളത് അംറിനോട് തന്നെ ചോദിക്കുക. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്ന് സ്വഹാബത്ത് ചോദിച്ചു, അംറേ, താങ്കൾക്ക് എന്താ ഇത്ര പ്രത്യേകത? അംർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കുറച്ചുനേരം ആലോചിച്ചു നിന്നിട്ട് പുഞ്ചിരിയോടെ പറയും, സ്വഹാബത്തെ, നിങ്ങളൊക്കെ ചെയ്യുന്നതേ ഞാനും ചെയ്യുന്നുള്ളൂ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നതേ ഞാനും ചെയ്യുന്നുള്ളൂ. അത് പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന അംർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, പിന്നെ സ്വഹാബത്തെ, നിങ്ങളിൽ നിന്ന് എന്നെ വ്യത്യസ്തനാക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് എന്ന് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ? സ്വഹാബത്ത് ചോദിച്ചു, എന്താ അംറേ? അംർ റളിയല്ലാഹു അൻഹു കണ്ണുനീരോടെ പറഞ്ഞു, ഒരാളെയും മനസ്സ് വേദനിപ്പിച്ച് ഒരു രാത്രി പോലും ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. ഒരാളെയും നാവുകൊണ്ടോ സ്വഭാവം കൊണ്ടോ കണ്ണീരിലാക്കിയിട്ട് ഒരു രാത്രി പോലും ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. എന്നെ ചതിച്ചവരോടും എന്നെ പറ്റിച്ചവരോടും എന്നെ കരയിപ്പിച്ചവരോടും എന്റെ കണക്ക് ഞാൻ എന്റെ അള്ളാനെ ഏൽപ്പിച്ചിട്ടേ എന്റെ വിരിപ്പിലേക്ക് പോകാറുള്ളൂ. ഹബീബായ നബി തങ്ങളുടെ നേരെ നോക്കി സഹാബത്ത് ചോദിച്ചു, റസൂലേ, അതാണോ അംറിന്റെ യോഗ്യത? താടിരോമങ്ങൾക്കുള്ളിലൂടെ കണ്ണുനീരൊലിച്ചു ചാടുമ്പോ അള്ളാന്റെ ഹബീബ് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, വദാഖൽ ആൻ, അതാണ് അംറിന്റെ യോഗ്യത. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരാൾ മുസ്ലിം ആവുന്നത് എപ്പോഴാണെന്ന ചോദ്യത്തിന് റസൂലുള്ള കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. അൽ മുസ്ലിമു മൻ സലിബൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. നിങ്ങൾ മുസ്ലിമാവുന്നത് 5 വക്ത് പടച്ചോന്റെ അടുത്ത് നമസ്കരിച്ച് ബോധ്യപ്പെടുത്തുമ്പോഴല്ല, റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുമ്പോഴല്ല, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോട് കൂടി വസ്ത്രം ധരിക്കുമ്പോഴല്ല, പരിശുദ്ധ കഅബാലയത്തിങ്കൽ ചെന്ന് തവാഫ് ചെയ്യുമ്പോഴല്ല, സകാത്തിന്റെ കണക്കൊപ്പിച്ച് നിങ്ങൾ സകാത്ത് വീട്ടുമ്പോഴല്ല, നാട്ടിൽ ഇസ്ലാഹി പ്രവർത്തനത്തിന് നെടുംതൂണുകളാകുന്ന കടിഞ്ഞാണുകളാകുമ്പോഴല്ല നിങ്ങൾ മുസ്ലിമീങ്ങളാകുന്നത്. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. നിങ്ങളെ നാവിൽ നിന്ന്, നമ്മളെ കയ്യിൽ നിന്ന് മറ്റൊരാൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളെ നാവ് കൊണ്ടൊരു മനസ്സ് കരയുന്നില്ലെങ്കിൽ, നമ്മളെ വാക്കുകൊണ്ടൊരു ഹൃദയം തേങ്ങുന്നില്ലെങ്കിൽ, അൽ മുസ്ലിം, അവനാണ് മുസ്ലിം, അവനാണ് ഇസ്ലാം. ആ തിരിച്ചറിവാണ് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും നമുക്കുള്ള ഏറ്റവും വലിയ മാതൃക. മരണം സെക്കൻഡിൽ തേടിയെത്തുന്ന നിമിഷം വരെ ഒരാളെയും അള്ളാന്റെ ഹബീബ് കരയിപ്പിച്ചിട്ടില്ല. ഒരാളോടും മുഖം വെറുത്ത് സംസാരിച്ചിട്ടില്ല. നിറത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ കുലത്തിന്റെ പേരിലോ ഹബീബായ നബി തങ്ങൾ വേർതിരിവ് കാണിച്ചിട്ടില്ല. ഇന്നോ മലപ്പുറം ജില്ലയിലെ സാധുവായ ഒരു പെൺകുട്ടി വിവാഹത്തിന്റെ 11ാമത്തെ ദിവസം ആത്മഹത്യ ചെയ്തു. എന്തേ കാരണം? ആ പെൺകുട്ടിയുടെ ബ്യൂട്ടീഷ്യന്മാർ ഒരുക്കിക്കഴിഞ്ഞ് കല്യാണത്തിന്റെ പിറ്റേ ദിവസം കുളിച്ചതിന് ശേഷം ആ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ യഥാർത്ഥ കളർ കുടുംബം കണ്ടു. വിവാഹത്തിന്റെ അന്ന് പലരും സന്തോഷത്തോടുകൂടി ഭാഗ്യമാണെന്ന് പറഞ്ഞവനോട് ഇരുനിറത്തിലുള്ള പെണ്ണിനെ ചൂണ്ടി, നീ എന്താ കാക്കാത്തിയെയാണോ കെട്ടിയത് എന്ന് ചോദിച്ചപ്പം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ആ ചെറുപ്പക്കാരന്റെയും കുടുംബത്തിന്റെയും വാക്കുകൾ ഏറെ വേദനാജനകമായിരുന്നു. അവസാനം വിവാഹത്തിന്റെ ആദ്യത്തെ ആഴ്ചയുടെ അവസാനം ഒരു തുണ്ട് കയറിൽ പാവപ്പെട്ട ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ മലപ്പുറത്തെ കുടുംബത്തിലേക്ക് നോക്കി നമ്മൾ സങ്കടത്തോടെ മൂക്കത്ത് വിരൽ വെക്കുന്നുണ്ടെങ്കിൽ വേണ്ടട്ടോ, അവനാന്റെ കുടുംബത്തിൽ പെൺമക്കൾക്ക് നിറം കുറഞ്ഞതിന്റെ പേരിൽ വിവാഹം വേണ്ടെന്ന് വെക്കുന്ന മാതാക്കളുണ്ട്. ഒരു ഉമ്മാക്ക് 4 പെൺമക്കളായി പോയതിന്റെ പേരിൽ ആ കുടുംബത്തിൽ നിന്ന് പെൺകുട്ടികളെ കല്യാണം കഴിക്കരുത് എന്ന് പറയുന്നവരുണ്ട്. വാപ്പാക്ക് നിറം കുറഞ്ഞതിന്റെ പേരിൽ എന്റെ മകനുണ്ടാകുന്ന പേരക്കുട്ടിക്ക് നിറമുണ്ടാകില്ലെന്ന വിശ്വാസത്തിന്റെ പേരിൽ കല്യാണം വേണ്ടെന്ന് വെക്കുന്നവരുണ്ട്. വിവാഹത്തിന് കൂട്ടിക്കൊണ്ടുവരുന്നതിന്റെ മുൻപ് പോലും കയറിച്ചെന്ന് തന്റെ മകൻ കണ്ട പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കി, നിനക്കൊന്ന് പല്ല് തേച്ചൂടെ, നിനക്കൊന്ന് കിളിപ്പിട്ടൂടെ, ഉന്തിയ പല്ലും ഉള്ളിലേക്കാക്കിക്കൂടെ, നിനക്കൊന്ന് അങ്ങനെ ഫെറ്റീഷൻ ചെയ്തൂടെ എന്ന് ചോദിക്കുന്ന മുസ്ലിം ഉമ്മമാരുണ്ടെങ്കിൽ ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം. നമ്മളെ നാവ് കൊണ്ടും വാക്കുകൊണ്ടും ഒരാളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ 1000 മടങ്ങ് അതിന്റെ വേദന നിങ്ങളെ അറിയിക്കാതെ അള്ളാഹു തിരിച്ചു വിളിക്കുന്നില്ല. അതുകൊണ്ട് എന്തു വേണം? പരസ്പരം ബഹുമാനിക്കണം. ഏത് ബന്ധവും ഞാൻ എന്റെ ഭാര്യയെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ എന്റെ ഭാര്യന്റെ മാതാപിതാക്കളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. കാരണം എനിക്ക് ആ മകളെ തരാൻ അവർ കാണിച്ചൊരു മനസ്സുണ്ട്. അവര് തരാമെന്ന് സമ്മതിച്ചതിന്റെ പേരിലാ എനിക്ക് അവളെ കിട്ടിയത്. ഇതേപോലെ തന്നെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 25ാമത്തെ വയസ്സ് വരെ ഞാൻ ഉടുത്തതൊക്കെ അലക്കി തന്നതിന്റെ ഉമ്മയാ, എനിക്ക് ഭക്ഷണം തന്നതിന്റെ ഉമ്മയാ, എനിക്കൊരു സുക്കേട് വന്നാൽ പോലും കഞ്ഞിണ്ടാക്കി തന്നതിന്റെ ഉമ്മയാ. ഞാൻ ഇറങ്ങിപ്പോയി തിരിച്ചു വരുന്നതുവരെ വീട്ടിന്റെ ഉമ്മറത്തിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഉമ്മയാ. 25 കൊല്ലം ഞാൻ നോക്കിയ ഉമ്മ അവസാനം കല്യാണം കഴിച്ച് 15ാമത്തെ കൊല്ലം ഞാൻ എന്റെ പെണ്ണിനെയും കൂട്ടി ഉമ്മാനെ വേണ്ടെന്ന് വെച്ചു പോകുമ്പോ
ഞാൻ അവളെ മുഖത്ത് നോക്കി പറയണം, പെണ്ണെ ഇന്നെ നോക്കിയിട്ട് 15 കൊല്ലായിട്ടേ ഉള്ളൂ, പക്ഷെ എന്റെ അമ്മ എന്നെ നോക്കിയത് 25 കൊല്ലമാണെങ്കിൽ എന്നോട് പോലെ തന്നെ നിന്റെ മാതാപിതാക്കളോടും നിനക്ക് സ്നേഹമുണ്ടെങ്കിലേ നിന്റെ ബന്ധം പടച്ചോൻ ഇഷ്ടപ്പെടൂ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം പെൺമക്കൾക്കും ആൺമക്കൾക്കും. അതാണ് ഇസ്ലാമിന്റെ വിവാഹത്തിന്റെ മുന്നൊരുക്കം. അതാണ് ലോകത്തിന്റെ ഹബീബ നബി തങ്ങൾ കാണിച്ചുകൊടുത്ത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കില്ലേ, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്ക് പടച്ചോൻ വിവാഹം നിശ്ചയിച്ചത് കല്യാണത്തോടുകൂടി എല്ലാ സ്വൈര്യവും ഇല്ലാണ്ടാക്കാനല്ല. ഇന്ന് അങ്ങനെയാ. കല്യാണം കഴിയുന്നവരെ എല്ലാവരും സ്വൈര്യത്തിലായിരിക്കും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കാണാം പിന്നെ കുടുംബത്തിൽ പൊട്ടിത്തെറി, ബേജാറ്, സമാധാനമില്ലായ്മ. വിവാഹം അല്ലാഹ് നിശ്ചയിച്ചത് എന്തിനാ? ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി. ആ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾ പരസ്പരം കാരുണ്യത്തോടെ പെരുമാറുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ബന്ധവും മനോഹരാവും. തിരിച്ച് ദുനിയാവിന്ന് കിട്ടണമെന്ന് പ്രതീക്ഷിക്കാതെ ഒരാളെ സ്നേഹിക്കണം. ഞാൻ പലപ്പോഴും എന്റെ പ്രസംഗത്ത് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. എനിക്ക് സുഹറത്താനെ പരിചയമുണ്ടെന്ന് കരുതുക. ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പം സുഹറത്ത സ്റ്റേജ് മേലിരിക്കുന്നു, എന്നെ നോക്കണില്ല. ഞാനൊന്ന് ചിരിച്ചു, സുഹറത്ത ചിരിക്കുന്നില്ല. സ്റ്റേജിന്റെ മുൻപ് കൂടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒന്നും കൂടി ഞാൻ സുഹറത്താനെ നോക്കി ചിരിച്ചു. താത്ത ഭയങ്കര ഗൗരവത്തില്. ഏകദേശം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പ്രസംഗിച്ചിറങ്ങാൻ നേരത്ത് താത്ത എഴുന്നേറ്റ് നിന്നിട്ട് എന്നോടൊരു ചിരി. ഞാൻ മസിലൊടിക്കും. 2 തവണ ഞാൻ ചിരിച്ചിട്ട് ചിരിക്കാത്ത താത്താനോട് ഞാൻ ചിരിക്കണോ എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് ഈ ദുനിയാവ് കൊടുക്കുന്ന സ്നേഹത്തിന് പകരം കിട്ടണമെന്ന് ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ്. അതെനിക്ക് പടച്ചോൻ തന്നാ മതി എന്ന് ചിന്തിച്ചാലോ, നിങ്ങളെ പുഞ്ചിരി പോലും സ്വതക്കയാണെന്നും നിങ്ങൾക്ക് പടച്ചോൻ തരുമെന്നും ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ ചിരിക്കാവൂ, അങ്ങനെ കുടുംബത്തിന് സ്നേഹിക്കാവൂ. തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ കിട്ടിക്കൊള്ളണം എന്നില്ല. അത് തരൂല മനുഷ്യന്മാരിൽ പലരും. എത്രയേറെ നല്ലത് ചെയ്തു കൊടുത്താലും നമ്മൾ ശത്രുക്കളായിരിക്കും പലർക്കും. അതുകൊണ്ട് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനം ഉണ്ടാക്കിയതും ആ സ്നേഹമായിരുന്നു. നമുക്കറിയാം, ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പല്ല, അനാഥനായൊരു മകൻ. 6ാമത്തെ വയസ്സിൽ ഉമ്മയും പോയി. കയറിക്കിടക്കാൻ ഒരു കൂരയോ വീടോ സ്നേഹിക്കാൻ കുടുംബമോ ഇല്ലാത്ത, മാതാപിതാക്കളില്ലാത്ത ഒരു അനാഥ പയ്യൻ, ഒരു അനാഥ ബാലൻ. അന്ന് അല്ലാഹുവിന്റെ ഹബീബിനെ കൂട്ടിക്കൊണ്ടുപോയത് ആരാന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പ അബൂ താലിബിന്റെ ഭാര്യ ഫാത്തിമ ബിൻത്ത് അസദ്. ഫാത്തിമ ബിൻത്ത് അസദ് ചെറുപ്പത്തിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് തന്റെ മക്കളായ അലിയേക്കാൾ ഫാത്തിമ എന്ന ഉമ്മ നോക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും അല്ലാഹുവിന്റെ റസൂലിന. വാപ്പല്ലാത്ത ഉമ്മല്ലാത്ത ആ റസൂലിനെ, മുഹമ്മദിനെ, അതിന്റെ വേദന അറിയിക്കാതെ ഫാത്തിമ ബിൻത്ത് അസദ് പൊന്നുപോലെ പരിപാലിച്ചു. ഇസ്ലാമിലെ അള്ളാഹുവിന്റെ തൗഫീഖ് ഇറങ്ങി നുബുവത്ത് കിട്ടിയപ്പം അള്ളാന്റെ റസൂലിൽ വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ ബിൻത്ത് അസദുമുണ്ട്. ഫാത്തിമ ബിൻത്ത് അസദുണ്ട്. അതുകൊണ്ട് ആ ഫാത്തിമ ബിൻത്ത് അസദ് മരണപ്പെട്ടപ്പോ ആ മയ്യത്ത് സ്വന്തം കൈകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് തോളിലേറ്റി. ആ മയ്യത്തെടുത്ത് കബറിലേക്ക് ഇറക്കി വെച്ചപ്പം ആ കബറും പുറത്തേക്ക് മണ്ണിടാനൊരുങ്ങുന്ന സ്വഹാബത്തിനോട് റസൂലുള്ള പറയുന്നൊരു വാക്കുണ്ട്, ആയിട്ടില്ല, എനിക്കെന്റെ പോറ്റുമ്മയോടൊന്ന് സംസാരിക്കണം. ആ കബറിലേക്ക് ഇറങ്ങി നിന്ന് ആ കബറിലേക്ക് ചൂണ്ടിയിട്ട് സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ, ഇതാരാന്നറിയോ? ഇതെന്റെ പൊറ്റുമ്മയാണ് ഫാത്തിമ ബിൻത്ത് അസദ്. അലിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മുൻപേ ഈ ഉമ്മ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. അലിയെ മാറത്തേക്ക് ചേർത്ത് പിടിക്കുന്നതിന്റെ മുൻപേ ആ മാറിന്റെ ചൂട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അലിയെ ജീവിതത്തിലേക്ക് സന്തോഷിപ്പിക്കുന്നതിന്റെ മുൻപേ എന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഇതും പറഞ്ഞ് റസൂലുള്ള കബറിൽ നിന്നിട്ട് പറയുന്നുണ്ട്, പടച്ചോനെ, നിന്റെ പോറ്റുമ്മാന്റെ കബറ് ആ ഇടുങ്ങലിൽ നിന്നും ആ കബറിന്റെ വേദനയിൽ നിന്നും നിന്റെ ഉമ്മാക്കൊരു സമാധാനം കൊടുക്കണേ റബ്ബേ എന്ന്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ പോലും ആ ഒരു സ്നേഹത്തോടുകൂടി റസൂലുള്ളാഹ്ക്ക് ജീവിക്കാൻ സാധിച്ചത് ആ പരസ്പര സ്നേഹം കൊണ്ടായിരുന്നു. ആ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ജീവിതത്തിന്റെ ചരിത്രം കൊണ്ടായിരുന്നു. ഏറെ ജീവിതത്തിന്റെ പ്രായവ്യത്യാസമുള്ള വൈവാഹിക രംഗത്ത് പോലും അള്ളാഹുവിന്റെ ഹബീബിനെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ആ ജീവിതത്തിൽ നൽകപ്പെട്ട കിട്ടിയിട്ടുള്ള സ്നേഹബന്ധങ്ങളുടെ അടയാളം കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ നമ്മളൊരു കുടുംബം തയ്യാറാക്കുമ്പോൾ ആ കുടുംബത്തിൽ ഒരുപാട് പണമുണ്ടാകണം,
പണമുണ്ടെങ്കിലേ സമാധാനം ഉണ്ടാകൂ എന്നൊരു ധാരണയും സൗന്ദര്യമുണ്ടെങ്കിലേ സ്വസ്ഥതയുണ്ടാകൂ എന്നൊരു ചിന്തയും നമ്മൾ മാറ്റിവെക്കണം. നമ്മളെ ജീവിതത്തിന്റെ സമാധാനവും സന്തോഷവും ലാളിത്യവും ഒക്കെ തെരഞ്ഞെടുക്കേണ്ടത് നമ്മളാ. മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ദുനിയാവിൽ ജീവിക്കരുത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര പേരുടെ കുടുംബം സ്വൈര്യത്തിലും സമാധാനത്തിലും ആവാതിരിക്കാനുള്ള കാരണം എന്താ? ലോണെടുത്തതിന്റെ ബേജാറോ കടനുള്ളതിന്റെ ബുദ്ധിമുട്ടോ ആയിരിക്കും. എന്തുകൊണ്ടാ പല കുടുംബത്തിലേക്കും അത് കടന്നു വരുന്നത്? ലാളിത്യത്തിന് പകരം ഈഗോക്ക് വേണ്ടിയിട്ടും പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടും ജീവിക്കാൻ തുടങ്ങി. ലോണെടുത്തിട്ട് പൊരണ്ടാക്കാൻ തുടങ്ങി. ലോണെടുത്തിട്ട് പവർ കൂട്ടാൻ തുടങ്ങി. അതോടുകൂടി ദുനിയാവിൽ പിന്നെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. എത്ര ഉമ്മാരെ പണ്ടാന്നറിയോ ഇപ്പം ജ്വല്ലറി കിടക്കണ്? നിങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അമ്മാര്? ആ ജ്വല്ലറിയിലെ പലിശ ഇടപാട് തന്നെ കിടന്നാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ ആ പലിശ ഇടപാട് തന്നെ ജീവിച്ച് മരിച്ചു പോകുന്നതിന്റെയൊക്കെ ഒരു ഗൗരവങ്ങൾ ആലോചിച്ചു നോക്കി. അത്യാവശ്യം പട്ടിണി കിടക്കേണ്ടി വന്നാലും ഹറാമായൊരു ജീവിതം എനിക്ക് വേണ്ടാന്ന് തീരുമാനിക്കുന്നതാ സമാധാനം. അല്ലാതെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സൗകര്യങ്ങൾ വാരിപ്പിടിക്കുന്നതല്ല ജീവിതം. നാളെ പടച്ചോന്റെ മണ്ണിലേക്ക് ഇറങ്ങിക്കിടക്കേണ്ടി വരുമ്പോ ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും റബ്ബിന് താല്പര്യമുള്ളതും എന്റെ ജീവിതത്തിലുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് അള്ളാന്റെ അരികിലേക്ക് മടങ്ങാൻ പറ്റണം. അത്ര ചെറുതാ ദുനിയാവ്. അള്ളാന്റെ ഹബീബിന് പോലും പടച്ചം കൊടുത്തത് എത്ര കൊല്ല? 63 കൊല്ലം. ഞാൻ പറയാറുണ്ട്, എനിക്ക് 41 വയസ്സ് കഴിഞ്ഞു, 42ാമത്തെ വയസ്സാ. റസൂലുള്ളാഹ്ക്ക് പടച്ചം കൊടുത്തത് വെച്ച് നോക്കുകയാണെങ്കിൽ 20 കൊല്ലം കൂടി എനിക്കിനി പ്രതീക്ഷ വെക്കാൻ പോലും കഴിവുള്ളൂ. ചിലപ്പോ അതും കിട്ടൂല. 50 കഴിഞ്ഞോൽ ഈ കൂട്ടത്തിലുണ്ട്. ഇനി ഒരു 50 കിട്ടുമോ? ഇല്ലട്ടോ, അതിനൊന്നും വിചാരിക്കണ്ട. 60 കഴിഞ്ഞ് 70 കഴിഞ്ഞ ചിലന്മാരൊക്കെ പറയും അൽഹംദുലില്ലാ 70 വയസ്സ് വരെ ഇപ്പൊ കിട്ടിയില്ലേ, ഇനി പടച്ചോൻ വിളിച്ചാൽ അങ്ങ് പോണമെന്നൊക്കെ പറയും. അങ്ങനെ വേഗം പടച്ചോൻ വിളിച്ച് കുറെ 90 വയസ്സ് വരെ ജീവിക്കലല്ല പുണ്യം. ജീവിച്ച കാലം കൊണ്ട് പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ഈ ദുനിയാവിൽ നമ്മൾ എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന ആശ്വാസത്തിലാണ് നമ്മൾ മരണത്തെ പ്രതീക്ഷിക്കേണ്ടത്. കാരണം ദുനിയാവ് ഒരു വഴിയാത്രക്കാരന്റെ ഇടം മാത്രമാ. കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ഫീ ഗാബിരി സബീൽ. ഈത്തപ്പന ഓലയിൽ കിടന്ന് പുറമാകെ ചുവന്നു തടുത്ത് ഈത്തപ്പന തണ്ടിന്റെ പാകം ശരീരത്തിന്റെ പിൻഭാഗത്ത് കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുന്നുണ്ട്, റസൂലേ, നമ്മളുടെ അധികാരത്തിന്റെ പരിധിയുടെ 10% പോലും ഇല്ലാത്ത കിസ്ര ചക്രവർത്തിമാർ അവരുടെ കൊട്ടാരത്തിനുള്ളിൽ മഞ്ചക്കിൽ പട്ടും മുടയാടുകളും ധരിച്ച് അവരുടേതായ സപ്രമഞ്ച കട്ടിൽ കിടന്നുറങ്ങുമ്പോ എന്തിനാ റസൂലേ നിങ്ങൾ ഈ ഈത്തപ്പന ഓലയിൽ കിടക്കുന്നേ? ഞാൻ നിങ്ങൾക്ക് ഈത്തപ്പന നാരുകൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഒരു നല്ല കിടക്ക ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരട്ടെ റസൂലേ. പുഞ്ചിരിയോടെ സയ്യിദുന ഉമറിന്റെ പുറത്ത് റസൂലുള്ള തട്ടിയിട്ട് പറഞ്ഞു, ഉമറേ, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ഫീ ഗാബിരി സബീൽ. നമ്മൾ ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരൻ മാത്ര. അടുത്ത കൊല്ലത്തെ MGM സമ്മേളനത്തിൽ ഞാനുണ്ടാവുന്നൊരു ഉറപ്പില്ല. അടുത്ത കൊല്ലല്ല, നാളെ നേരം വെളുക്കുമ്പോൾ നമ്മൾ ഉണ്ടാവുന്നൊരു ഉറപ്പില്ല. ഈ ലോകത്തിന്റേതെന്ന് പറയാൻ ഞാൻ ജീവിതത്തിൽ ചെയ്തതേ എന്റെ കൂടെ പോരൂ, അല്ലേ? നാളെ പടച്ചറബിന്റെ മണ്ണിലേക്ക് ഇറക്കി വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് തസ്ബീഹ് ചൊല്ലുമ്പോ ഏതുമ്മാർക്കാ സ്വർണം കൊണ്ടുപോകാൻ പറ്റിയത്? എത്ര ഉമ്മാർക്കാ ഈ ദുനിയാവിൽ ഇഷ്ടപ്പെട്ടൊരു വസ്ത്രം ധരിച്ചു പോകാൻ പറ്റിയത്? എത്ര ഉമ്മാർക്കാ ദുനിയാവിൽ ഏറ്റവും മനോഹരമായി അണിഞ്ഞൊഞ്ഞു പോകാൻ പറ്റിയത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോഴിക്കോടുള്ള ഒരു ജില്ല തൊട്ടടുത്തുള്ള ഒരു മഹലിൽ ഒരു സാധു ഉമ്മ മരണപ്പെട്ടപ്പോ ആ ഉമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നേരത്ത് പൊട്ടിക്കരച്ചില്ല പെൺകുട്ടികളത്. കാരണം എന്താ? ഉമ്മാന്റെ ചെവിട്ട് കിടക്കുന്ന ചിറ്റൂരാൻ കിട്ടുന്നില്ല, ഇറച്ചിയിൽ ഉറച്ചുപോയതാ. ഈ കൂട്ടത്തിലുണ്ടാവും അങ്ങനത്തെ ഉമ്മാരിട്ടോ, ഒന്ന് ഇളക്കിക്കാൻ വേണ്ടി. അവസാനം തട്ടാനെ കൊണ്ടൊന്ന് പൊട്ടിച്ചെടുത്ത് കുളിപ്പിച്ച് കിടത്തുമ്പോ പിന്നീട് ആ സ്വർണം ഉരുക്കി ഏതെങ്കിലും ജ്വല്ലറിയിൽ കൊടുത്തത് നമ്മുടെ കയ്യിൽ കിട്ടിയതാ. ഇന്നിന്റെ നിങ്ങളെ കയ്യിലുള്ളതൊക്കെ ഞാൻ പറയാറുണ്ട്, ഇപ്പൊ നിങ്ങളെ കൈമലുള്ള വളണ്ടല്ലോ, അത് നിങ്ങൾക്ക് പടച്ചോൻ ആകാശത്തുനിന്ന് തന്നതൊന്നുമല്ല, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തതുമല്ല. ഏതോ കുടുംബത്തിലെ ഏതോ വല്യമ്മയോ ഉമ്മയോ മരിച്ചപ്പോ ആ മരിച്ചതിന് ശേഷം മക്കൾ ആ അമ്മാന്റെ കൈമൊന്നും ചെവിമൊന്നും ഊരിയെടുത്തിട്ട് കുടുംബക്കാർ ഒരുമിച്ചിട്ടൊരു തീരുമാനമെടുത്തു, ഉമ്മ ഉപയോഗിച്ചതിന് നമ്മൾ ഉപയോഗിക്കണ്ട, കണ്ണൂർ ജ്വല്ലറി കൊണ്ടുവച്ച് വിൽക്കാം. ഏതോ ജ്വല്ലറിയിൽ കൊണ്ടുവച്ച് വിറ്റു. ആ ജ്വല്ലറിക്കാരത് തീയിലിട്ട് ഉരുക്കി അതൊരു കഷണാക്കി ഒരു ബിസ്ക്കറ്റ് പോലെയാക്കിയിട്ട് വെച്ചു. എന്തിന്? അത് മാറ്റാൻ ആള് വരുന്നുള്ള പ്രതീക്ഷയിൽ. ആ സമയത്താ നിങ്ങളവിടെ എത്തിയത്, നിങ്ങളെ മോളെ കല്യാണത്തിന് നിങ്ങൾ അവിടെ എത്തിയത്.
അതിന്റേതായ രീതിയും കോലവും കാണിച്ചു കൊടുക്കുന്നിടത്ത് നല്ലൊരു കോലം കാണിച്ചു കൊടുത്തപ്പം അന്ന് ഉരുക്കി വെച്ച സ്വർണ്ണ ബിസ്ക്കറ്റ് എടുത്ത് അതേ ബിസ്ക്കറ്റിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ച കൊത്തുപണികളോടുകൂടി നിങ്ങൾക്കൊരു മാല, ഒരു വള, ഒരു ബ്രേസ്ലെറ്റ് ആ ജ്വല്ലറിക്കാരൻ ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അവൻ കുഴിച്ചെടുത്തതല്ല. മാസങ്ങൾക്ക് മുൻപ് ഏതോ കുടുംബത്തിലെ വല്യമ്മയോ ഏതോ ഉമ്മയോ ഉപയോഗിച്ചിരുന്നത് മാത്രം നിങ്ങളെ കയ്യിലുള്ളത്. നാളെ നിങ്ങൾ മരിച്ചാലും നിങ്ങളെ മക്കൾ അത് കൊണ്ടുപോയി ജ്വല്ലറി കൊടുക്കും. അവർ വീണ്ടും അത് തീയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് നിറം വെപ്പിച്ചിട്ട് വേറൊരു ഡിസൈൻ ആക്കിയിട്ട് വേറെ ആർക്കെങ്കിലും വെക്കും. അത്രയുള്ളൂ ദുനിയാവ്. കുൻഫി ദുനിയാക അന്നക ഗരീബ് ഔ ഫീ ഗാബിരി സബീൽ. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ഇസ്ലാമിന്റെ ലാളിത്യം കുടുംബത്ത് കൊണ്ടുവരണം. ഇന്ന് ഭക്ഷണ മര്യാദ പഠിപ്പിക്കുന്ന കുടുംബങ്ങൾ കുറവാണ്. ഇന്ന് നമ്മൾ പറയാറുണ്ട്, എന്തുകൊണ്ടാ ആശുപത്രികൾ, അരുതാലയങ്ങൾ, കശാപ്പുശാലകളായത്? ഞാൻ എന്റെ ഒരു അനുഭവം പറയാറുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ടൊരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തിരിക്കും അവസാനം പറഞ്ഞു 1.5 ലക്ഷം റുപ്യ. അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ കുടുംബം ഇറങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പം വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു, അവിടെ 1.25 ലക്ഷം റുപ്യ. അവിടുന്ന് വേണ്ടാന്ന് പറഞ്ഞു വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നു, അവർ 1 ലക്ഷം റുപ്യ. ഇതൊന്നും ചെയ്യാതെ ആയുർവേദ്യം കാണിച്ച വേദനയൊക്കെ ഒന്ന് മാറി സമാധാനത്തിൽ ജീവിക്കുമ്പം 1.5 ലക്ഷം പറഞ്ഞ് ആദ്യത്തെ ഹോസ്പിറ്റലുകാരൻ വിളിക്കുക, നമുക്കിടെ ഒന്നിന് ചെയ്യട്ടോ. അരുതാലയങ്ങൾ കശാപ്പ് ശാലകളാകുന്നു. എന്തുകൊണ്ട്? ഭക്ഷണ മര്യാദകൾ നമ്മളെ തീന്മേശകളിലില്ല. ചീറിപ്പാഞ്ഞതും പൊട്ടിത്തെറിച്ചതും കുയ്യിലിട്ട് വാട്ടിയതും ചൈനീസും തുർക്കിഷും ക്യൂ നിന്ന് വാങ്ങുക. ഓൺലൈനിൽ ഭക്ഷണം ബുക്ക് ചെയ്യാനിരിക്കുന്നു. എന്തേ കാരണം? ഒരു മന്തി ഓർഡർ ചെയ്ത ആ സമയത്തിന്റെ ഉള്ളിൽ ചെയ്താൽ 2 എണ്ണം കിട്ടും. ഭക്ഷണങ്ങളിൽ കാണിക്കുന്ന അമിതാവേശം, ഭക്ഷണത്തോട് കാണിക്കുന്ന ആർത്തി, ഇസ്ലാമിൽ ഭക്ഷണത്തിന്റെ മര്യാദ പോലും നമ്മളെ കുടുംബത്തിൽ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നില്ല. അള്ളാന്റെ ഹബീബോ ഭക്ഷണം എടുത്തു വെച്ചപ്പെട്ടപ്പോ ആ ഭക്ഷണത്തിലേക്ക് 4 ഭാഗത്തുനിന്നും കൈയിട്ട് വാരുന്ന ഇബ്നു ഉമറിനോട് പുഞ്ചിരിയോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ ഇബ്നു ഉമറേ, വസമ്മില്ലാ ബിസ്മില്ലാ, നീ അള്ളാഹുവിന്റെ നാമം സ്മരിക്കണം. എന്നിട്ട് വക്കുൽ മിമ്മാ യലീക, നിന്റെ ഭാഗത്ത് നീങ്ങി തിന്നണം. ഇന്ന് ഞാൻ പറയാറുണ്ട്, നിന്ന് തിന്നുക, നടന്നു തിന്നുക, കിടന്നു തിന്നുക. ഇസ്ലാമിലെ ഭക്ഷണ ലാളിത്യം പോലും ഇന്ന് പലർക്കും കുടുംബത്തിലില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലോ ഒരു ഭക്ഷണം കിട്ടുമ്പോൾ റസൂലുള്ള ആദ്യം പടച്ചോനെ സ്തുതിക്കും. പലപ്പോഴും ഒന്നിലധികം കാരക്ക കിട്ടിയ സമയത്തൊക്കെ അള്ളാന്റെ റസൂൽ കരഞ്ഞിട്ടുണ്ട്, സങ്കടം കൊണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണത്തിന്റെ ലാളിത്യറിയണമെങ്കിൽ ഒരൊറ്റ വാക്ക് കേട്ടാൽ മതി. ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു തആല അൻഹാന്റെ മുൻപിലേക്ക് 2 റൊട്ടി ഒരിക്കൽ സഹാബക്കൾ കൊണ്ടുവച്ചു. ആ റൊട്ടിയിലേക്ക് നോക്കി ആയിഷ ബീവി കരയാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്ന സഹാബത്ത് ചോദിച്ചു, എന്തിനാ ഉമ്മാങ്ങൾ കരഞ്ഞ്? കണ്ണുനീരോടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരിച്ചു പറഞ്ഞു, എന്റെ ഹബീബിന് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാനുള്ള ഭാഗ്യം പടച്ചോൻ എനിക്ക് തന്നിട്ടില്ല. അത്രമാത്രം പട്ടിണിയിലും പരിവട്ടത്തിലും ജീവിച്ച് ഭക്ഷണത്തിന്റെ ലാളിത്യം ഈ സമൂഹത്തിന് ഓതിക്കൊടുത്തപ്പോ ഇന്ന് എത്ര കുടുംബങ്ങളിലാണെന്നറിയോ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത്? പ്രവാചക കുടുംബത്തിൽ നിന്നും നമ്മളെ കുടുംബത്തിലേക്ക് നമ്മൾ വരുമ്പോ ഇന്ന് പരീക്ഷിക്കാനും ആളുകൾക്കിടയിൽ ഷെയർ ചെയ്യാനും സ്റ്റാറ്റസ് ഇടാനും വേണ്ടി മാത്രം ഭക്ഷണത്തെ കാണുന്നവരും ഭക്ഷണം കഴിക്കാനിറങ്ങുന്നവരും നമ്മളെ കൂട്ടത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ ഭക്ഷണത്തിന് ആളുകൾക്ക് താല്പര്യം കുറഞ്ഞു. രാത്രികാലങ്ങളിൽ തുറന്നു വെച്ചിരിക്കുന്ന ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് നമ്മൾ മാറി. അതിന്റെ ദുരന്തമോ, പേരറിയാത്ത സൂക്കേടുകൾ, അതിനേക്കാളേറെ വന്ധ്യതകൾ, മക്കളില്ലായ്മകൾ, അസുഖങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് ഏറ്റവും മനോഹരമായ ഭക്ഷണത്തിന്റെ ഒരു ലാളിത്യക്കൊന്ന് കാണിച്ചെടുക്കണം. വാരി വലിച്ച് തിന്നണമെന്നും വയറു നിറച്ച് തിന്നണമെന്നും അല്ല ഇസ്ലാമിന്റെ മര്യാദ. മറിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടൊരു മര്യാദകൾ കാണിക്കണം. ഞാനിത് ആവർത്തിച്ച് പറയാനുള്ള ഒരു കാരണം, അത്രയേറെ സൂക്കേടുകൾ കൂടിക്കൊണ്ടിരിക്കുക മനുഷ്യരെ കുടുംബത്തിൽ. ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുക അസുഖത്തിന്റെ പേരിൽ, നമ്മൾ സ്വയം വരുത്തിവെക്കുന്ന ഫിത്നയുടെ പേരിൽ. വസ്ത്രത്തിലുള്ള മര്യാദകൾ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതം നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പട്ട് വസ്ത്രം കൊടുക്കാൻ സഹാബാക്കൾ തയ്യാറായി. ഹബീബായ പ്രവാചകൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, നാളെ പടച്ച റബ്ബിന്റെ മണ്ണിലേക്ക് മടങ്ങേണ്ടത് അള്ളാഹു ഏൽപ്പിച്ചു തരുന്ന വെള്ളത്തുണിയിലാണെങ്കിൽ ഈ ലോകത്ത് ആ വസ്ത്രത്തിന്റെ മര്യാദയോടെ എനിക്ക് എന്റെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം. ഇന്ന് നമ്മളെ കുടുംബങ്ങളിലൊക്കെ വസ്ത്രത്തിന് വേണ്ടി ചെലവാക്കുന്ന പൈസ എത്രയാണെന്നറിയോ? നമ്മളൊക്കെ കോഴിക്കോട് ജില്ലയിൽ ഉപയോഗിച്ച വസ്ത്രം ശേഖരിച്ചിട്ട് സാധുക്കൾക്ക് കൊണ്ടു കൊടുക്കാറുണ്ട്. ഇവിടെ ഉണ്ടാവും. പലപ്പോഴും അങ്ങനെ ശേഖരിക്കാൻ പോകുമ്പോൾ ചില വസ്ത്രങ്ങൾ കിട്ടുമ്പോൾ നമ്മളെ ഉള്ളുപോലും പെടഞ്ഞു.
വിവാഹത്തിന്റെ ഒരു ദിവസത്തേക്ക് മാത്രം 25,000 ഉറുപ്പ്യന്റെ വസ്ത്രം വാങ്ങിവെച്ച് ഒരു ദിവസം മാത്രം ധരിച്ച് അത് വീട്ടിന്റെ മേശപ്പുറത്ത് അലമാരയിൽ കെട്ടിപ്പൂട്ടി വെച്ച കുടുംബങ്ങളുണ്ട്. ഓരോ ആഴ്ചക്കും കല്യാണത്തിന് വേണ്ടിയിട്ട് വസ്ത്രങ്ങൾ മാത്രം തെരഞ്ഞിറങ്ങി വസ്ത്രം കിട്ടിയിട്ടില്ലെങ്കിൽ അത് കുടുംബത്തിൽ പ്രശ്നമായി കാണുന്നവരുണ്ട്, തമ്മിൽ തെറ്റുന്നവരുണ്ട്. വസ്ത്രത്തിന്റെ പേരിൽ ആർഭാട ലോകത്താണ് ഞാനുങ്ങളും ജീവിക്കുന്നത്. യുവാരി സൗആത്തിക്കും വരീഷ, വസ്ത്രം ഭംഗിയുള്ളതാവാം, ഇസ്ലാം കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താവണം? നഗ്നത മറയണം. നഗ്നത എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കണ്ണിന് ആസ്വദിക്കാനുള്ള വകുപ്പുണ്ടാക്കരുത് എന്നാ. അല്ലാണ്ട് നഗ്നത മറിയാന്ന് പറഞ്ഞാൽ ഉടുത്തോളൊക്കെ പറയും ഞാനിപ്പോ ഉടുക്കാണ്ടല്ലോ നടക്കുന്നതെന്ന്. അതല്ല, മറ്റൊരാളെ കണ്ണിന് ആനന്ദമുണ്ടാക്കാത്തതാവണം. ശരീരത്തിന്റെ രൂമഭാഗങ്ങൾ മറ്റൊരാളുടെ മനസ്സിൽ ഇളക്കമുണ്ടാക്കാത്തതാവണം. അതാണ് യുവാരി സൗആത്തിക്കും വരീഷ എന്നതിനെ കൊണ്ടുള്ള ഉദ്ദേശം. പക്ഷേ അവനവന്റെ കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന പെൺമക്കളോട്, മക്കളെ, നിങ്ങളെ ഉമ്മാനെ ഏറ്റവും നന്നായി കണ്ടത് നിങ്ങളെ വാപ്പ മാത്രമാണെന്നും ഈ ശരീരത്തിൽ ധരിച്ച വസ്ത്രത്തിന്റെ താഴെയുള്ളത് മറ്റൊരാളുടെ കണ്ണിനും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ലെന്ന് ആർജവത്തോടെ സ്വന്തം പെൺമക്കളോട് പറയാൻ പറ്റുന്ന ഒരു ഉമ്മാക്കൊരിക്കലും ഉമ്മാനെ ധിക്കരിക്കുന്ന പെൺമക്കളെ കാണാൻ സാധിക്കൂല. ആ തിരിച്ചറിവാണ് കുടുംബത്തിൽ പ്രവാചക സ്നേഹം. അത് വിവാഹബന്ധത്തിലാണെങ്കിലും ശരി, കല്യാണത്തിന് മറ്റുള്ള കുടുംബത്തിൽ ചെല്ലുമ്പോഴാണെങ്കിലും ശരി, അതേത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തന സമ്മേളനങ്ങൾക്ക് വരികയാണെങ്കിലും ശരി, രണ്ട് സ്ഥലത്തേക്ക് രണ്ടരക്തമുഖമുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തി തരൂല പടച്ചോൻ നമ്മളെ കുടുംബത്തെ. നമ്മളെ നിയ്യത്തും മനസ്സുമാണ് പടച്ചോൻ നമ്മളെ സഹായിക്കാനുള്ള ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് അള്ളാഹു ദുനിയാവിനെ പറ്റി ഓർമ്മപ്പെടുത്തിയപ്പോ പറഞ്ഞതും അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള ഒരു കൃഷിയിടം മാത്രമാ. ആ കൃഷിയിൽ ഏറ്റവും വിളഞ്ഞതെന്താണെന്നറിയോ? നമ്മളെ മക്കളാ, നമ്മളെ കുടുംബ. ആ കുടുംബത്തിൽ അതിന്റെ ലാളിത്യവും സ്നേഹവും അതിന്റേതായ ബഹുമാനവും നമ്മളെ കുടുംബത്തിൽ നമുക്കുണ്ടാക്കാൻ പറ്റണം. അള്ളാന്റെ ഹബീബിന്റെ ചെരുപ്പ് ഞാൻ പറയാറുണ്ട്. നാളൊരു ഉമ്മ സങ്കടത്തോടെ പറഞ്ഞൊരു വാക്ക്, വീട്ടിൽ ചെറിയോന് മാത്രം 6 ജോഡി ചെരുപ്പുണ്ട്. 2 എണ്ണം ചെരുപ്പ്, 4 എണ്ണം ഷൂസ്. കാണുമ്പോഴേക്കും പിന്നെ അത് വാങ്ങാനും അതെങ്ങനെങ്കിലും എത്തിക്കാനും. ഇപ്പൊ ഞാൻ സങ്കടത്തോടെ ചിന്തിക്കുന്ന, നിങ്ങളും ചിന്തിക്കലുണ്ടാകും, ഡ്രസ്സിനനുസരിച്ചിട്ടാ ഓരോരുത്തർക്ക് ചെരുപ്പ്, ഡ്രസ്സിനനുസരിച്ചിട്ടാ ഓരോരുത്തർക്കും ബാക്കി ധരിക്കുന്നതൊക്കെ. അതിന്റെ പവറിനനുസരിച്ചും നിറത്തിനനുസരിച്ചും ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആക്ഷേപിക്കല്ലോ. പ്രവാചക കുടുംബത്തിന്റെ മനോഹരമായൊരു രീതി അള്ളാന്റെ ഹബീബ് ആ ജീവിതം കൊണ്ട് പഠിപ്പിച്ചിരുന്നുണ്ട്. തുകലു തുന്നി അതല്ലെങ്കിൽ തോല് തുന്നി ചെരുപ്പാക്കിയിട്ട് റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, റസൂലേ, നല്ലൊരു ലെതർ ചെരുപ്പ് ഞങ്ങൾ തരട്ടെ. അള്ളാന്റെ ഹബീബ് പുഞ്ചിരിയോടെ പറഞ്ഞു, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്, ദുനിയാവ് നമ്മളൊരു പരദേശി മാത്ര. നാളെ ഈ ദുനിയാവിൽ നിന്നും തിരിച്ചു പോകുമ്പോ അള്ളാഹുവിന്റെ അരികിലേക്ക് ചെല്ലുന്ന സമയത്ത് ധരിച്ചതും തിന്നതും പടച്ചോൻ ചോദ്യം ചെയ്യപ്പെടുമെങ്കിൽ അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഏറ്റവും അള്ളാഹുവിന്റെ ചോദ്യത്തെ കൺമുൻപിൽ കണ്ട് അവനവന്റെ കുടുംബ അന്തരീക്ഷത്തിൽ അള്ളാഹുവിന്റെ പ്രവാചക സ്നേഹത്തെ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇസ്ലാമിൽ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി മക്കളോട് കാണിക്കുന്ന മര്യാദ പോലും നമ്മളെ കുടുംബത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഈ പ്രവാചക ജീവിതത്തിൽ നിന്നും നമുക്കുള്ള മാതൃകയതാ. ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും അവനാന്റെ വീട് പണി പോലും ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുക. ഞാൻ പണി ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ലട്ടോ. ചില ഭർത്താക്കന്മാർ പറയുന്നത് പോലെ എനക്കെന്ത് സുഖ, ഒന്നുമില്ലെങ്കിലും വീട്ടിലിരുന്നാ പോലെ, എന്താപ്പം ഇവിടെ ചെയ്യല് എന്ന് ചോദിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ആ ചോദ്യം തെറ്റാ. കാരണം ആണ് ചെയ്യുന്നതിനേക്കാൾ ഏറെ ഒരു പക്ഷേ ജോലി ആ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന സ്ത്രീകളുണ്ട്, ഉമ്മമാരുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് പൊരേല് തിന്നാൻ വെക്കുന്നോട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഹോട്ടലിൽ തിന്നോളി, ഞാൻ എന്തെങ്കിലും ആക്കുമെന്ന് പറയുന്നമാരുണ്ട്. ഒരു വീട്ടിൽ ഒരു സ്ത്രീ ചെയ്യുന്ന അവളുടേതായ പ്രവർത്തനത്തിന് പടച്ചോന്റെ അടുത്ത് കൂലിയുണ്ട് നിങ്ങൾക്ക്. ഒരു കുടുംബം നോക്കുമ്പോ, ഒരു കുടുംബം മനോഹരമായി കൊണ്ടുനടക്കുമ്പോ, ആ കുടുംബം വൃത്തിയിൽ കൊണ്ടുനടക്കുമ്പോ, ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് പോലും നിങ്ങൾക്ക് അല്ലാന്റെ കൂലിയുണ്ട്. അതുകൊണ്ട് ആ ഹബീബ നബി തങ്ങൾ ഒരിക്കൽ യാത്ര പോകുമ്പോൾ മകള് ഫാത്തിമ ബീവിന്റെ വീട്ടിൽ കയറി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വാപ്പാനെ കണ്ട ഉടനെ തിരിച്ചു പറഞ്ഞു, ഉപ്പാ, എന്റെ കൈയൊന്ന് നോക്കൂ, മാവ് കുഴച്ച് കൈ വൃണായിട്ടുണ്ട്. ദൂരത്തുനിന്ന് വെള്ളം എടുത്തുകൊണ്ടുവന്ന് എന്റെ തോല് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വാപ്പാ, നിങ്ങൾ എനിക്കൊരു വേലക്കാരനെ, ഒരടിമയെ നിങ്ങൾ എനിക്ക് തരണം. അന്ന് വരെ ഫാത്തിമ ബീവിയോട് ദേഷ്യപ്പെടാത്ത റസൂലുള്ള ഒരൽപ്പം മുഖം കറുത്തിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, നിനക്കതിനേക്കാളും ഗുണമുള്ളത് വാപ്പ പറഞ്ഞു തരാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അത് ചൊല്ലിക്കോ മോളെ. ഇനി
എങ്കിൽ നിനക്ക് ദുനിയാവും ഉണ്ടാകും, ആഖിറവും ഉണ്ടാകും. ഇവിടെ അള്ളാന്റെ ഹബീബ് കാണിച്ചിരുന്നൊരു മാതൃകയുണ്ട്. ജീവിതത്തിൽ, കുടുംബത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം. ആ ചെയ്യുന്നതിന് നമുക്ക് കൂലിയുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല? എല്ലാവരെയും ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ലോ, ആക്ഷേപിക്കുകയല്ല. വെറുതെ തിന്നിരിക്കുമ്പോൾ നമ്മളെ ശരീരം വഴങ്ങുന്നില്ല, നമ്മളെ തടി നമ്മളെ സമ്മതിക്കുന്നില്ല. ഒന്ന് കുനിഞ്ഞിരിക്കുമ്പോഴേക്ക് നമുക്ക് കിതപ്പ് വരാൻ തുടങ്ങി, പിന്നെന്തൊക്കെയോ ബേജാറാവാൻ തുടങ്ങി. ഞാനിത് ഒരു ഖുർആൻ ക്ലാസ് പറഞ്ഞപ്പോ ഒരു താത്ത പറഞ്ഞു, അത് ഞങ്ങളെ പാരമ്പര്യ ഉസ്താദേ, ഞങ്ങളെ തടി അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെയെന്ന്. അപ്പൊ ഞാൻ കരുതി തടി പാരമ്പര്യമാണ്, പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ താത്ത പറഞ്ഞു, തടി പാരമ്പര്യം എന്നല്ല പറഞ്ഞ്, നല്ലോണം തിന്നുന്ന പാരമ്പര്യമുള്ള കുടുംബമാണ്. അവനാന്റെ വീട്ടിൽ നമ്മൾ എടുക്കുന്ന ഒരു പ്ലാവില മാറ്റുന്നതിന് അള്ളാന്റെ അടുത്ത് കൂലിയുണ്ട്. അങ്ങനെയാ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെയാ മക്കളോട് പറയുന്നുണ്ട്. ഒരു കുടുംബത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുമ്പം, ചെലവാക്കപ്പെടുമ്പം, ഹബീബായ നബി തങ്ങളെ നോക്കൂ നിങ്ങൾ. കുടുംബത്തിന്റെ പണിയെടുത്തു, ഭാര്യന്റെ കൂടെ അടുക്കളയിൽ കൂടി, മക്കളെ കൂടെ കളിച്ചു, പേരക്കുട്ടികളെ തോളിലെടുത്തു, ഖുതുബ നിർവഹിക്കുമ്പം ഒക്കത്തെടുത്ത് ഖുതുബ നിർവഹിച്ചു. ഇതൊക്കെ കുടുംബത്തിൽ കൊണ്ടുവരേണ്ട സ്നേഹമാ. ആ കുടുംബത്തിൽ നമ്മൾ കാണിക്കേണ്ട മര്യാദയും ബഹുമാനവുമാ. ഇതൊക്കെയാ ഒരു കുടുംബത്തിൽ ഓരോ മക്കളും ആഗ്രഹിക്കുന്നതെങ്കിൽ, ആ ആഗ്രഹിക്കുന്ന മക്കളുടെ മനസ്സറിയാതെ ജീവിക്കുന്ന മാതാപിതാക്കൾ ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാ. ചില കുടുംബത്തിലൊക്കെ മക്കൾ വഴിതെറ്റുമ്പോൾ ചില ഉമ്മയും ബാപ്പയും ചോദിക്കും, എന്ത് കുറവാ ഉസ്താദേ ഞാൻ എന്റെ മക്കൾക്ക് വരുത്തിയത്? ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. ഉണ്ട്. എന്നിട്ടും ഒന്നാമത്തെ പറയും, ആവശ്യമുള്ളത് ഞാൻ തിന്നാണ്ടാക്കി കൊടുക്കലുണ്ട്, വേണ്ടത് ഞാൻ വാങ്ങിക്കൊടുക്കലുണ്ട് വസ്ത്രമായിട്ട്, ഓക്കെ എവിടെ പോണമെന്ന് പറഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കലുണ്ട്. പക്ഷെ മക്കൾക്ക് വേണ്ട സ്നേഹ, പരിഗണനയാ, മനസ്സിലാക്കി ചേർത്ത് നിർത്തുന്ന ഒരു മാനസിക മൂല്യ, അതാ കുടുംബത്തിൽ അള്ളാന്റെ ഹബീബ് കൊടുത്തു, മക്കൾക്ക് കൊടുത്തു, പേരക്കുട്ടിക്ക് കൊടുത്തു. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന്റേതായ തിരിച്ചുള്ള മഹത്വം കിട്ടുകയും ചെയ്തു. നമ്മൾ പറയാറില്ലേ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാനെ പറ്റിയിട്ട് അള്ളാന്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ എന്റെ കരളാണ്, അവളെ നിങ്ങൾ വേദനിപ്പിച്ചാൽ എന്നെ വേദനിപ്പിച്ചതിന് സമമാ. അതേ ഫാത്തിമ ബീവിയുടെ ജീവിതത്തിൽ ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു റൊട്ടി കഷണം കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. ആ റൊട്ടി തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആ റൊട്ടിയിൽ നിന്നും ഒരു കഷണം എടുത്തിട്ട് ഫാത്തിമ ബീവിക്കും മറ്റൊരു കഷണം മുറിച്ച് മക്കളായ ഹസനും ഹുസൈനും കൊടുക്കും. ഫാത്തിമ ബീവി കയ്യിൽ കിട്ടിയ റൊട്ടി ഇങ്ങനെ നോക്കി കരയും. കണ്ടു നിൽക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കും, ഫാത്തിമ എന്തിനാ എനിക്ക് സങ്കടം? ഫാത്തിമ ബീവി ആ റൊട്ടി നോക്കിയിട്ട് പറയും, എനിക്കെന്റെ വാപ്പൻ ഓർമ്മ വന്നു അലി, എന്റെ ഉപ്പാൻ എനിക്ക് ഓർമ്മ വന്നു അലി. പിന്നീട് വിതുമ്പിക്കരഞ്ഞ ആ റൊട്ടിക്കഷണവുമായിട്ട് ഫാത്തിമ ബീവി ഓടുന്ന റസൂലുള്ളാന്റെ അടുത്തേക്കാ. അള്ളാഹുവിന്റെ ഹബീബിനെ ഉറക്കത്തിൽ നിന്നും പതുക്കെ തട്ടി വിളിച്ചിട്ട് ആ റൊട്ടിക്കഷണം കൈമക്കൊടുത്തിട്ട് പറഞ്ഞു, ഉപ്പാ ഒരു റൊട്ടിക്കഷണം കിട്ടിയപ്പോ എനിക്ക് നിങ്ങളെ മനസ്സാണ് പാപ്പ ഓർമ്മ വന്നത്, നിങ്ങളെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ റൊട്ടി ഇങ്ങനെ കയ്യിൽ വാങ്ങി റസൂലുള്ള അങ്ങനെ കരയും. കരയുമ്പം ആ ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട്, വാപ്പ നിങ്ങൾ എന്തിനാ കരഞ്ഞ്? ഹബീബ നബി തങ്ങൾ ആ റൊട്ടിയിലേക്ക് തൂക്കിയിട്ട് പറയും, മോളെ ഫാത്തിമ, 3 ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പയുടെ വയറ് കാണുന്ന ആദ്യത്തെ ഭക്ഷണമാണ് ഈ റൊട്ടി. 3 ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പയുടെ വയറ് കാണുന്ന ആദ്യത്തെ ഭക്ഷണമാണ് മോളെ ഫാത്തിമ ഈ റൊട്ടി. ആ റൊട്ടി കഷണം പകുതി മുറിച്ച് ഫാത്തിമ ബീവിന്റെ വായിൽ വെച്ചു കൊടുക്കുമ്പോ ഫാത്തിമ ബീവിയും കണ്ടു നിൽക്കുന്ന ആയിഷ ബീവിയും അള്ളാന്റെ ഹബീബും ഒരേ സമയം പൊട്ടിക്കരഞ്ഞു എന്നാണ്. ഇതൊക്കെ കുടുംബത്തിൽ നമ്മൾ ഭക്ഷണത്തിന്റെ വിലയറിയിച്ചിട്ടും നമ്മളുടേതായ ചുറ്റുപാടുകളിൽ കുടുംബത്തിന്റെ സമയത്ത് ചെലവാക്കിയിട്ടും ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ കുടുംബത്തിൽ ആ ഹബീബ നബിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ഒരു വാക്കും കൂടിയുണ്ട്, എന്റെ മകൾ ഫാത്തിമയാണ് കക്കുന്നതെങ്കിൽ ഓളെ കയ്യിൽ ഞാൻ വെട്ടും. ഇന്ന് എന്ത് തെറ്റ് ചെയ്താലും നമ്മളെ മക്കളെ നമ്മൾ സേഫാക്കും. എന്ത് തെറ്റാണെന്നൊരാൾ ചൂണ്ടിക്കാണിച്ചാലും ചൂണ്ടിക്കാണിക്കുന്നവരോട് നമുക്ക് ചില വെറുപ്പായിരിക്കും. ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞു തരാം. യാത്ര ഒരുമിച്ച് ചെയ്യുന്ന പെൺകുട്ടികൾ 2 അയൽവാസികളാണ്. ആ അയൽവാസി പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും ഒരുമിച്ചാണ്. ഒരു ദിവസം ഒരു പെൺകുട്ടി അറിയാണ്ട് മറ്റേ പെൺകുട്ടി പെട്ടെന്ന് വേഗം പോയി വേറൊരു ബസ് കയറി. 2-3 ദിവസം അത് ആവർത്തിച്ചപ്പോ ആ പെൺകുട്ടിക്ക് ഏതോ ഒരു ആൺകുട്ടിയായിട്ട് ബന്ധമുണ്ട് എന്ന് മറ്റവർക്ക് മനസ്സിലായി. അവളത് പതുക്കെ വീട്ടിൽ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എന്റെ കൂടെ പോരുന്ന ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം കിട്ടോ. അത് കേട്ട ഉമ്മ 2 രീതിയിലാണ് മക്കളോട് പെരുമാറുക. ഒന്ന്, ഉടനെ തന്നെ ചില ഉമ്മയ്ക്കും ഈ അത് നോക്കാൻ പോകുക, എനിക്ക് പോയി പഠിച്ചു വന്നാ പോരെ, ഇതൊരു വർത്താനം പറയരുത്. രണ്ടാമത്തേത്, ഓലെന്തെങ്കിലും ആവട്ടെ ഈ അതിലേക്ക് നോക്കണ്ട എന്നും പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്.
ഇത് രണ്ടും പറയാതെ ആ പറയപ്പെട്ട കാര്യത്തിന്റെ ഗൗരവവും അതിന്റെ ദോഷഫലവും പെൺമക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഏതെങ്കിലും ഭാഗത്തിരുന്നൊരു ലൈമും പപ്സും വാങ്ങിത്തന്നോൻ എന്റെ മാനം കൊടുക്കരുത് എന്ന് എന്നെ പറയണം. ഏതെങ്കിലും ഒരു ഫാൻസി കയറിയിട്ട് 150 ഉറുപ്പ്യന്റെ വള എനിക്ക് 50 ഉറുപ്പ്യക്കോൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, ബാക്കി 100 ഉറുപ്പ്യ മുതലാക്കാൻ ഓൻ വേറെന്തോ വഴി കണ്ടിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിനെന്തു വേണം? മക്കളെ കൂടെ ഇരിക്കണം, അവരുടെ വാക്കുകൾ അറിയണം, അവരുടെ മുഖത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അറിയണം, അവരാരുമായൊക്കെ ഇടപെടുന്നു എന്നറിയണം. എന്നിട്ട് ആ രംഗത്ത് ആ ഉമ്മ ഇത് കേട്ട സമയത്ത് അയൽപക്കത്തുള്ള ആ കൂട്ടുകാരിന്റെ ഉമ്മാന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, എന്നാ എന്റെ മോളെ ഒന്ന് ശ്രദ്ധിക്കണട്ടോ. പക്ഷെ അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഈ പറഞ്ഞ അയൽപക്കത്തുള്ള ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ഉമ്മ എല്ലാരോടും പിന്നെ പറഞ്ഞത് എന്താണോലെ, ഓൾ ഇന്റെ മോളെ നന്നാക്കാൻ വന്നതാ, ഓളെ മോളെ നന്നാക്കാൻ വേണ്ടിയിട്ട്. ഓളെ മോളെ കേടി എന്നിട്ട് അതൊന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്റെ മോളെ കുറ്റം പറഞ്ഞു നടക്കുകയാണ്. 18 വയസ്സ് തികഞ്ഞ് 18 വയസ്സ് 1ാമത്തെ ദിവസവും മലപ്പുറം ജില്ലയിലെ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഏതോ ഒരു കൗമിന്റെ കൂടെ ആ പെൺകുട്ടി ഒളിച്ചോടി. നമ്മളെ മക്കളാണ് തെറ്റ് ചെയ്തതെങ്കിൽ പോലും അവരെ സേഫാക്കാനല്ല, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തിരുത്താനും ശ്രദ്ധിക്കാനും മറ്റുള്ള മക്കളെപ്പറ്റി ആരെങ്കിലും നമ്മളെ മക്കളെപ്പറ്റി സൂചന നൽകുമ്പോ എന്റെ മക്കള് ചെയ്യൂലട്ടോ എന്ന് ചിന്തിക്കണ്ട. 10% നമ്മളെ മക്കളുടെ അപ്പുറത്തേക്ക് നമ്മൾ അള്ളാനെ ഭയപ്പെടണം. അവിടെ നമ്മൾ സൂക്ഷിക്കണം. അവനവന്റെ തെറ്റുകളിൽ നിന്ന് മക്കളെ തടയാൻ, അവരിൽ നിന്നും ഇസ്ലാമിന്റെ ചിട്ടകളിലേക്ക് കൊണ്ടുവരാൻ പ്രവാചക കുടുംബത്തിൽ നിന്നും ആ കുടുംബത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ ദാമ്പത്യ രംഗത്ത് പോലും ആ റസൂലുള്ളാന്റെ ജീവിതത്തെ നമ്മൾ സ്നേഹിക്കണം. ഇന്നൊരുപാട് കുടുംബങ്ങൾ പരസ്പരം അകന്നുകൊണ്ടിരിക്കുക. ഒരഭിനയമാ പലർക്കും. മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പലർക്കും പറ്റുന്നില്ല. പിന്നെ കല്യാണം കഴിഞ്ഞതുകൊണ്ടും മക്കളായിപ്പോയതുകൊണ്ടും ചിലരങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാ ചില ക്ലാസ്സിലൊക്കെ ഈ ദുനിയാവിലെ പിയാപ്പനെ തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടിയാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും തലയങ്ങാത്തി കാണും. അപ്പൊ ഞാൻ ഇവിടുന്ന് തന്നെ ചോദിക്കുകയാണെങ്കിലും ഏകദേശം ആ ചിന്തന്നെയാ വരിക. ഹബീബായ പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിന്റെ ഒരു ചരിത്രം കൂടിയുണ്ട്. ഞാൻ അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. അതാണായാലും പെണ്ണായാലും അവരെ ജീവിതത്തിൽ അവർ മറക്കാൻ പാടില്ലാത്തൊരു ചരിത്രം. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അലി ഇബ്നു അബീ ത്വാലിബിന്റെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കിടക്കും. ഇങ്ങനെ കിടക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ഫാത്തിമ ബീവി ചോദിക്കും, അലി, ഞാൻ മരിച്ചങ്ങൾ വേറെ കല്യാണം കഴിക്കുമോ? പെട്ടെന്ന് ആ ചോദ്യം കേട്ട അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ഞെട്ടിപ്പോവും. അദ്ദേഹം കണ്ണീര് വന്ന് കണ്ണ് നിറഞ്ഞിട്ട് ചോദിക്കും, എന്തേ ഫാത്തിമ, നിങ്ങൾ പറ അലി, ഞാൻ മരിച്ചങ്ങൾ വേറെ കല്യാണം കഴിക്കുമോ? അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിശബ്ദനായി നിൽക്കുമ്പോ ഫാത്തിമ ബീവി അലിയുടെ തോളത്തുകൂടി കൈയിട്ട് കവളത്തൊരു പതുക്കെ കടിയുമ്മയും കൊടുത്തിട്ട് പറഞ്ഞു, നാ അലിയേ, ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കെട്ടണട്ടോ, കല്യാണം കഴിക്കണം. എന്നിട്ട് ഫാത്തിമ ബീവി പറയുന്നുണ്ട്, നിങ്ങൾ ആരെ കല്യാണം കഴിക്കണം എന്നറിയോ അലിയെ? എന്റെ മൂത്ത ജ്യേഷ്ഠത്തി സൈനബയുടെ മകൾ ഉമാമ റളിയല്ലാഹു അൻഹ നിങ്ങൾ കല്യാണം കഴിക്കണം. അത്ഭുതത്തോടെ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുക, ഉമാമനെയോ? കാരണം ഫാത്തിമ റളിയല്ലാഹു തആല എന്റെ മൂത്ത ജ്യേഷ്ഠത്തി എന്ന് പറഞ്ഞ പ്രവാചകന്റെ ആദ്യ മകൾ സൈനബ ബീവിയ, രണ്ടാമത്തത് റുഖ്യ, മൂന്നാമത്തത് ഉമ്മു കുൽസൂം, നാലാമത്തത് ഫാത്തിമ ബീവി. ഇതിൽ ഫാത്തിമ ബീവി പറയാണ്, എന്റെ മൂത്ത ഏട്ടത്തി സൈനബയുടെ മകൾ ഉമാമനെയാണ് അലിയെ നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത്. അതൊക്കെ ഒന്ന് മനസ്സിലാലോചിച്ചോളി. നിങ്ങൾ ബിയ്യാപ്പനോട് ഇന്ന് പോവുകയാണ്, മടി തലവെച്ച് കിടക്കുകയാണ്, മൂപ്പരെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാണെന്ത്, ദാ ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ മൂത്ത പങ്ങളില്ലേ മട്ടന്നൂർക്ക് കെട്ടിച്ച് ഓളെ മൂത്ത മോളങ്ങൾ കല്യാണം കഴിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാലോചിച്ചാൽ മതി. അത് കേട്ട ഉടനെ അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞിട്ട് ചോദിക്കും, എന്തു വർത്താനാ ഫാത്തിമ? ഫാത്തിമ ബീവി ഇങ്ങനെ വിങ്ങിപ്പൊട്ടിയിട്ട് പറയും, അലിയെ, നിന്റെ കുടുംബത്തിൽ നിന്ന് എന്നെ നിങ്ങൾ കല്യാണം കഴിക്കണം. ഞാൻ മരിച്ചങ്ങൾ വേറൊരു കുടുംബത്തിൽ പോയി കെട്ടരുതേ അലി. അങ്ങനെ കെട്ടി ഞങ്ങളെ നിന്റെ കുടുംബത്തിന് നഷ്ടപ്പെടും. നിങ്ങളെന്ന മനുഷ്യനെ നിന്റെ കുടുംബത്തിൽ വേണമലി, നിങ്ങളെന്റെ കുടുംബത്തിൽ വേണമലി. നിന്റെ ഉമ്മാമക്ക് നിങ്ങളെന്ന ഭാഗ്യം കിട്ടട്ടെ അലി. നിങ്ങളെങ്ങാനും വേറെ കുടുംബത്തിൽ പോയി കെട്ടിയാൽ നിങ്ങളെന്ന സൗഭാഗ്യം നിന്റെ കുടുംബത്തിന് നഷ്ടപ്പെടാൻ പാടില്ല അലി. അതുകൊണ്ട് അലി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉമാമനെ മാത്രമേ കല്യാണം കഴിക്കാവൂട്ടോ. ഫാത്തിമ ബീവിന്റെ വസിയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് പൂർത്തീകരിച്ചു. ഫാത്തിമ ബീവിന്റെ വഫാത്തിന് ശേഷം പിന്നീട് അലിയാർ തങ്ങൾ കല്യാണം കഴിക്കുന്നത് ഇതേ ഉമാമ റളിയല്ലാഹു അൻഹ തന്നെയാണ്. നിങ്ങളൊന്ന് വീട്ടിൽ ചെന്നിട്ട് ഇതൊന്ന് പറയാ, മടി തല വെച്ചിട്ട് ഓളോട് മൂപ്പരോട് പറയതേ, ഞാൻ അങ്ങാനും മരിച്ചു ഞങ്ങൾ വേറെ കെട്ടുവോ? മൂപ്പര് മോത്ത് എന്നൊക്കെ പറയുകയാണെങ്കിലും ഏകദേശം ഉള്ളിലുണ്ടാവും. അങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് നമ്മൾ പറയുന്നുണ്ട്,
കെട്ടുകയാണ് നിങ്ങൾ ഇനി എന്റെ കുടുംബത്തിൽ നിന്ന് കെട്ടണ്ട കേട്ടോ, ഞാനോ ഏതായാലും ഇങ്ങനെ പോയി, ഇനി എന്റെ കുടുംബത്തിലേക്ക് നിങ്ങൾ അയലത്തേക്ക് വരരുത്, നിങ്ങൾ എപ്പോഴെങ്കിലും പോയി കെട്ടിക്കോളൂ, ഇനി ഹൈദരാബാദ് നിന്ന് കെട്ടിയാലും വേണ്ടിയില്ല. ഇനി അഥവാ നമ്മൾ ആ ഉറപ്പൊക്കെ അയാളോട് വാങ്ങി, അയാളോട് നമ്മൾ ഉറപ്പ് പറഞ്ഞു നിങ്ങൾ കെട്ടണട്ടോ എന്റെ കുടുംബത്തുനിന്നൊക്കെ, നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അയാൾ ഉള്ളു പറയുന്ന എന്തായിരിക്കും അറിയോ, ഇനിയും ഇപ്പൊ എന്റെ കുടുംബത്തുനിന്ന് ഒന്നിനെയോടിയോ, എന്നെ തന്നെ ഞാൻ എങ്ങനെയോ കൊണ്ടുവരുന്നതാണ്. ഒരു മനുഷ്യന്റെ നഷ്ടം അവന് തോന്നേണ്ടത് കുടുംബത്തിലാണ്. ഞാൻ മരിച്ചാൽ വലിയ നഷ്ടമാണ് തോന്നേണ്ടത് കേരള ജനതക്കല്ല. എന്റെ പെണ്ണ് പടച്ചോനോട് പറയണം അയാൾ എന്റെ ഏറ്റവും വലിയൊരു നഷ്ടാ പടച്ചോനെ. എന്റെ മക്കൾ പടച്ചോനോട് പറയണം ഞങ്ങൾ ഏറ്റവും വലിയ നഷ്ടാ പടച്ചോനെ. നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെ ഭർത്താവ് പറയണം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതായിരുന്നു പടച്ചോനെ എനിക്ക് തന്നത്. അത് നിങ്ങളെ കൊണ്ട് ഭർത്താക്കന്മാർ പറയണമെങ്കിൽ ദാമ്പത്യ കുടുംബത്തിൽ നിങ്ങൾ പ്രവാചക മാർഗം സ്വീകരിക്കണം, പരസ്പരം സ്നേഹിക്കണം, തണലാവണം, താങ്ങാവണം. ഒരാണ് പെണ്ണിനെ മറക്കാത്തത് എപ്പോഴാണെന്നറിയോ നിങ്ങൾക്ക്? ആണിന്റെ വേദനയിലും സങ്കടത്തിലും കൂടെ നിൽക്കുമ്പോഴാണ്, ഓൻ ഒറ്റപ്പെടുത്താതിരിക്കുമ്പോഴാണ്. അവിടെ പെണ്ണുങ്ങൾ മാത്രം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ പറയാം, ഒരു പെണ്ണ് ആണൊരിക്കലും മറക്കാത്തൊരു പെണ്ണാവുന്നത് എപ്പോഴാണെന്നറിയോ? അവന്റെ വേദനയിലും സങ്കടത്തിലും അവന്റെ പോരായ്മയിലും താഴ്ചയിലും ഉയർച്ചയിലും ഒരുപോലെ കൂടെ നിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് ആ ഹബീബായ പ്രവാചകൻ മരണപ്പെടുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാത്രി ആയിഷ ബീവിന്റെ കൂടെ വിരിപ്പ് കടന്നു. ഇടക്കപ്പോഴോ ഞെട്ടി എഴുന്നേറ്റ് ആയിഷ ബീവി പരതി നോക്കുമ്പോൾ വിരിപ്പിൽ റസൂലുള്ളല്ല, മറ്റേതോ ഭാര്യന്റെ അരികിലേക്ക് റസൂല് പോയോ എന്ന വെറുപ്പോടെ എഴുന്നേറ്റ് ഈത്തപ്പന പോലെ വാതിലിങ്ങോട്ട് വലിച്ചു തുറന്ന ആയിഷ ബീവി കാണുന്നത് ആ വീട്ടിന്റെ മുറ്റത്ത് വാരണ്ടും പൊത്തിപ്പിടിച്ച് വിങ്ങിപ്പൊട്ടിക്കരയുന്ന അള്ളാന്റെ റസൂലിനെ. ശബ്ദം പുറത്തു വരാതെ വാ പൊത്തിപ്പിടിച്ച് കരയുന്ന റസൂലിന്റെ അരികിൽ നിന്ന് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, റസൂലേ നിങ്ങൾ വല്ല സ്വപ്നവും കണ്ടോ? കണ്ടു ആയിഷ. കണ്ടു എന്ന് കേട്ടപ്പോ ആയിഷ ബീവി തിരിച്ചു ചോദിക്കുന്നുണ്ട്, കണ്ടത് ഖദീജനെ ആയിരിക്കില്ലേ നബിയെ? റസൂൽ പറഞ്ഞു, അതേ ആയിഷ, ഖദീജാനെ കണ്ടു ഞാൻ. ഖദീജാനെ കണ്ടാ പിന്നെ എനിക്ക് ഉറക്കം വരൂല ആയിഷ. ഒരു പെണ്ണിന്റെ സ്വതസിദ്ധമായ വെറുപ്പോടുകൂടി ആയിഷ ബീവി ചോദിച്ചു, റസൂലേ ആ കവിളിൽ ചുവന്ന ആ ഖദീജാൻ എപ്പോഴും നിങ്ങൾ മറന്നിട്ടില്ലേ നബിയെ? ഖദീജയേക്കാൾ സുന്ദരിയായ ഞാനൊക്കെ നിങ്ങൾക്ക് അല്ലാഹ് തന്നിട്ടുണ്ടെങ്കിൽ എന്തിനാ റസൂലേ നിങ്ങൾ ആ പ്രായക്കൂടുതലുള്ള കിളവീനെ മനസ്സ് കൊണ്ടടക്കണ്? അന്ന് വരെ ആയിഷ ബീവിനോട് ദേഷ്യപ്പെടാത്ത റസൂലുള്ള തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട്, ആയിഷ എനക്കിന്റെ ഖദീജാൻ അറിയാഞ്ഞിട്ട് ആയിഷ, ഇന്നെനിക്ക് സ്നേഹിക്കാൻ സഹാബത്തുണ്ട്, ഭക്ഷണം തരാൻ നീ അടക്കമുള്ള ഭാര്യമാരുണ്ട്, കയറിക്കിടക്കാൻ ഭംഗിയുള്ള ഒരു ഈത്തപ്പന കുടിലുണ്ട്. ഇതൊന്നുമില്ലാത്തൊരു മുഹമ്മദിനെ നീയൊന്ന് ചിന്തിച്ചു നോക്ക ആയിഷ. ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പയില്ലാത്തൊരനാഥൻ, 6ാമത്തെ വയസ്സിൽ ഉമ്മയും പോയൊരനാഥൻ, ആടുകളെ മേച്ചും ഒട്ടകത്തെ കറന്നും പുല്ലുകൾ അരിഞ്ഞും ജീവിതം തള്ളി നീക്കിയിരുന്നൊരനാഥൻ. അന്ന് 25ാമത്തെ വയസ്സിൽ എന്നെ വിശ്വസിച്ച് കൂടെ പോന്നവളാണ് എന്റെ ഖദീജ. ആ ഖദീജ എന്നെ ഭക്ഷണം തന്ന് സംരക്ഷിച്ചു. നാട്ടുകാരി കരിങ്കല്ല് കൊണ്ടെറിഞ്ഞു, ഒറ്റപ്പെടുത്തി. ഞാൻ പൊട്ടനാണെന്നും മാരണക്കാരനാണെന്നും അസ്ഥിക്ക് വകയില്ലാത്ത ഗതികെട്ട ദരിദ്രനാണെന്നും മക്കക്കാരെന്നെ ആക്ഷേപിച്ചപ്പോ ആക്ഷേപിച്ചവർക്ക് നടുവിലേക്ക് വന്ന് മുഴുവൻ സ്വത്തുക്കളും എന്റെ നേരെ നീട്ടി തന്നെ ആക്ഷേപിച്ചവന്റെ മുഖത്തു നോക്കി ഖദീജ പറഞ്ഞൊരു വാക്കുണ്ട്, ആയിഷ, എന്റെ പ്രവാചകൻ ധനികനാ, സ്നേഹം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഖദീജാന്റെ മുഴുവൻ സ്വത്തിന്റെയും അവകാശി ഇനി എന്റെ പ്രവാചകനാണെന്ന് എനിക്ക് വേണ്ടി സംസാരിച്ച എന്റെ ഖദീജ കരിങ്കല്ലുകൊണ്ട് ഏറുകിട്ടി ഓടിയപ്പം മാറത്തേക്ക് അടക്കിപ്പിടിച്ച ഖദീജ, ഏത് വേദനയിൽ ഞാൻ തകർന്നു നിൽക്കുമ്പോഴും വാരിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ തന്ന് എന്നെ ബഹുമാനിച്ച് ആദരിച്ച എന്റെ ഖദീജ, ആ ഖദീജക്ക് പകരം ആകാശം പടച്ചോൻ തരാന്ന് പറഞ്ഞാലും എന്റെ ഖദീജാനെ തിരിച്ചുതരുമെന്നേ ഞാൻ അള്ളാനോട് ചോദിക്കൂ. കാരണം എന്റെ ഖദീജയോളം എന്നെ അറിഞ്ഞ് സ്നേഹിച്ചൊരു പെണ്ണ് ദുനിയാവിന് വേറല്ല. ഇതൊരു പെണ്ണിന്റെ സമ്പാദ്യ, മരിച്ചാലും മായാത്ത ഓർമ്മകള്. ഒരാണിന്റെ വേദനയിലും സങ്കടത്തിലും അത്ര കാണുങ്ങൾ ഗതികെട്ട് ഓടിക്കൊണ്ടിരിക്കുക ഒരു ഉറുപ്പ്യ ഉണ്ടാക്കാൻ. ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ ഇങ്ങോട്ട് വരുന്ന ട്രെയിനിൽ രാവിലെ തന്നെ ഒരുത്തൻ എന്തോ സാധനമായിട്ട് തോളായ തോള് സർവ്വ സാധനങ്ങളും നിറച്ച് തോനിങ്ങനെ വിൽപ്പന നടത്തുക. ഈ പൊരി വെയിലത്തും മഴയത്തും നിന്നിട്ട് ആണുങ്ങൾ വെയിൽ കൊള്ളുക, സങ്കടം തീർക്കുക. പുലർച്ചെ 3:30 മണിക്ക് എഴുന്നേറ്റിട്ട് ഭക്ഷണത്തിന്റെ തീയിന്റെ അരികിലിരുന്നോൻ സങ്കടം കൊണ്ട് വെരിക്കോസിന്റെ വേദന സഹിച്ചിട്ട് ചാഞ്ഞു നിൽക്കുക. മാരേ, പെൺമക്കളെ, നിങ്ങളെ മുഖത്തൊക്കെ ഈ പുഞ്ചിരിണ്ടല്ലോ, അത് നിങ്ങൾ ആണുങ്ങൾ ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടാണ്. ഒരാണിന്റെ വേർപ്പിന്റെ തുള്ളിയാ നിങ്ങളുടെ സൗന്ദര്യം, ഒരാണിന്റെ ഹൃദയത്തിന്റെ മിടിപ്പാ നിങ്ങളുടെ ആശ്വാസം, ഒരാണിന്റെ കൽബിന്റെ തേടല നിങ്ങൾക്ക് കിട്ടുന്ന ആനന്ദം. മറ്റൊരാണ് പോലും നിങ്ങളെ മാനത്തിന് വില പറയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ?
ഇരുകാലുള്ളൊരു സാധു മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കി പരക്കം പാഴുന്നതുകൊണ്ടാണ്. ആ കൂടെ കിടക്കുന്ന ആണിന്റെ മനസ്സറിയാനും ഒന്ന് ചേർത്ത് നിർത്തിയിട്ടുള്ളത് മതിക്കാന്ന് പറയാനും അവന്റെ ക്ഷീണിച്ച തോളുകളിലേക്കൊന്ന് തലചായ്ക്കാനും അവന്റെ തയമ്പ് വീണ കൈ പിടിച്ചിട്ടൊന്ന് മനസ്സറിഞ്ഞ് ചുംബിക്കാനും പറ്റിയിട്ടില്ലേ? പിന്നെന്ത് ദീനാ അമ്മാരെ ദുനിയാവിന്? പിന്നെന്ത് ദുനിയാവാ നമ്മക്ക് അള്ളാന്റെ മുൻപിൽ കാണിക്കാനുള്ളത്? അതുകൊണ്ട് തന്നെ പ്രവാചക മാതൃക നമ്മളെ കുടുംബത്തിൽ വന്നാൽ കുടുംബം മനോഹര. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് സ്ഥാനം വേണ്ടതും പദവി വേണ്ടതും നാട്ടുകാരെ മനസ്സിലല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്. ചിലരൊക്കെ എന്റെ പ്രസംഗം കേട്ടിട്ട് പറയും, നിങ്ങളെ ആ പ്രസംഗം കേട്ടിട്ട് ഞാൻ കുറേ നേരം കരഞ്ഞുപോയി. ഏത് ഉമ്മനെയും വാപ്പനെയും പറ്റിയൊക്കെ ഉള്ളത്. ഉടനെ ഞാൻ ചോദിക്കും, നിങ്ങൾ ഉമ്മനെയും വാപ്പനെയും പോയി കണ്ടോന്നിട്ട്? അല്ല, നേരം കിട്ടിയില്ല, അടുത്താഴ്ച ഞാൻ പോകണോ. പിന്നെപ്പത് എന്തേത്തിന് കേട്ടതാ? ഈ അഭിനയ ലോകമായി ഇന്ന് പലർക്കും. ഭാര്യ ഭർത്താക്കന്മാർ കേൾക്കേണ്ടത് മാത്രം കട്ട് ചെയ്തിട്ട് ഓൽക്ക് അയച്ചു കൊടുക്കും. ഭാര്യ മാത്രം കേൾക്കേണ്ടി ഓൻ ഇങ്ങോട്ടും അയച്ചു കൊടുക്കും. ഇത് രണ്ടുമില്ലാത്ത കുടുംബങ്ങളുണ്ട്. പിന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്ന വേറൊരു കൂട്ടരുണ്ട്. അക്കൂട്ടരാണ് ഫേസ്ബുക്കിൽ മാനിയ, ഇൻസ്റ്റഗ്രാം മാനിയ, 15 റീലിൽ അടിമപ്പെട്ടുപോയോല്. വെഡിങ് ആനിവേഴ്സറിന്റെ ഫോട്ടോ രാവിലെ തന്നെ കുളിച്ച് ആ സമയത്തൊന്ന് ക്യാമറ നോക്കി ചിരിച്ച് എന്നിട്ട് ഓൻ അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് പറയും, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, ഈ അടുപ്പത്തിന്റെ കരളായി കോർത്ത് നിന്ന 14 കൊല്ലങ്ങൾ അന്നായിക്ക് പോലൊന്ന് ഒട്ടി നിന്നതൊന്ന് ചിരിച്ചതു. നാട്ടുകാരെ കാണിക്കാൻ ജീവിക്കരുത് കേട്ടോ. ഞാൻ മരിച്ചു പോകുമ്പോ എന്റെ ഓള് പറയണം അള്ളാനോട്, ഇതിനെ തന്നെ എനിക്ക് സ്വർഗത്തിൽ തരണേന്ന്. അവക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണം അവളെനിക്ക് തരണേന്ന്. എന്റെ മക്കൾ പറയണം ഞങ്ങൾ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ആക്കണേ റബ്ബേ. അങ്ങനെ ജീവിച്ചത് പട്ടിണിയാണെങ്കിലും അത് ജീവിത. അല്ലാണ്ട് ആലീസ് മട്ടിലെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി നാട്ടുകാരെ കാണിക്കാൻ ജീവിച്ച് അതിന്റെ ഇടയ്ക്ക് തമ്മ തച്ച് തെറി പറഞ്ഞ് ഈഗോ കാണിച്ച് മത്സരിച്ച് ഖബറിലേക്ക് എത്തുന്നത് വരെ തമ്മിൽ ഈഗോയും മത്സരവും കാണിച്ച് വെട്ടിപ്പിടിച്ച കൊട്ടാര സാമ്രാജ്യങ്ങളിൽ ഉപേക്ഷിച്ചു പോകുമ്പോ 3 പിടി മണ്ണ് വാരിയിടാൻ പോലും ആൾക്കാർ അറയ്ക്കുന്നൊരു ദിവസം വരും. നിവൃത്തിയോടുകൊണ്ട് മയ്യത്ത് സ്കരിക്കാൻ വരുന്ന ആൾക്കാരെ ഉണ്ടാവും. മനസ്സറിഞ്ഞ് നമുക്ക് മയ്യത്ത് സ്കരിക്കാൻ ആള് വരണം. അതിനെന്ത് വേണം? കുടുംബത്തിൽ സ്നേഹം കൊടുക്കണം, കുടുംബത്തിൽ ബഹുമാനം കൊടുക്കണം. നമ്മളെ മരണവാർത്ത കേൾക്കുമ്പം വരാൻ പറ്റാത്തവനും പറയണം, പടച്ചോനെ ആ കബറ് നീങ്ങി നന്നാക്കി കൊടുക്കണട്ടോ എന്ന്. അതിന്റെ ഇങ്ങളെ സമ്പാദ്യ. അത് നേടാനാവട്ടെ. MGMന്റെ പവിത്രമായ കുടുംബം പരിശുദ്ധ ബന്ധങ്ങൾ എന്ന ഈ ക്യാപ്ഷനോടുകൂടിയുള്ള സമ്മേളനം എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മാറ്റങ്ങൾക്ക് ഹൃദയങ്ങൾ വരുത്തുന്ന നല്ല കുടുംബിനികളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ചെയ്തുപോയ എല്ലാ പാപങ്ങളും പുറത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളില്ലാതെ ഒരുപാട് കുടുംബം പരീക്ഷിക്കപ്പെടുന്നുണ്ട്, ചികിത്സ നടത്തുന്നുണ്ട്. റബ്ബെ, മക്കളെന്ന അനുഗ്രഹം നൽകുകയും ചികിത്സ ഫലപ്രദമാവുകയും ചെയ്ത് ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ. മരിച്ചുപോയ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും കബറിടം നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അൻസുർ ലി ഗസ്സ. പടച്ചോനെ, ഗസ്സയിലടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസവും സമാധാനവും നൽകി ആത്യന്തികമായ സംരക്ഷണത്തിലേക്ക് നീ ഓരോ രാജ്യങ്ങൾക്കും മുസ്ലിം സഹോദരങ്ങൾക്കും തൗഫീക്ക് നൽകണമേ. വാക്കുകൾ എവിടെയെങ്കിലും അതിര് കടന്നുപോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. ജീവിതത്തിൽ അള്ളാന്റെ അരികിലേക്കുള്ള ഒരു മാറ്റത്തിന് വേണ്ടി പറഞ്ഞതാണെന്ന് ചിന്തിച്ച് ഉൾക്കൊള്ളാൻ വേണ്ടി സ്വീകരിക്കുക. പ്രാർത്ഥനയിൽ ഇന്നെ ഉൾപ്പെടുത്തുക. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.